ഇതിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണെങ്കിലും, അതായത് നമ്മൾ മലയാളം ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് മലയാളം ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോജക്റ്റിൽ അങ്ങനെയല്ല. നമ്മൾ വെർബാറ്റിം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ കേൾക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്യുക. നമുക്കറിയാം നമ്മൾ 14 ജില്ലകളിൽ 14 സ്ലാങ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ സംസാരിക്കുന്ന രീതിയും വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോജക്റ്റിൽ പറയുന്നത് എങ്ങനെയാണോ, ഓക്കെ, അവരുടെ സ്ലാങ് എങ്ങനെയാണോ, അവരെങ്ങനെയാണോ സംസാരിക്കുന്നത്, അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ ടൈപ്പ് ചെയ്ത് പോകാമെന്നാണ് വെർബാറ്റിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സിമ്പിളാണ്. അതായത് എന്താണോ നിങ്ങൾ അവിടെ കേൾക്കുന്നത്, സ്പീക്കർ പറയുന്നത് എന്താണോ നിങ്ങൾ കേൾക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതായത് നമുക്ക് ഓരോ വാക്ക് എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെതായ രീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന രീതിയിൽ നമ്മൾ എഴുതുന്ന സമയത്ത് അതിൽ അക്ഷരത്തെറ്റുകൾ വരാം. അപ്പോൾ അങ്ങനെ അക്ഷരത്തെറ്റുകൾ വന്നാലും സാരമില്ല. ഓക്കെ, ഓരോ ആൾക്കാരെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യും എന്നതിനനുസരിച്ചായിരിക്കും ഈ വേർഡ് വരുന്നത്. അപ്പോൾ അവരെങ്ങനെ പറയുന്നു അത് അക്ഷരത്തെറ്റ് വന്നാലും സാരമില്ല, അത് അതേപോലെ ടൈപ്പ് ചെയ്ത് പോവുക എന്നാണ് വെർബാറ്റിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് എങ്ങനെയാണോ നിങ്ങൾ അത് കേൾക്കുന്നത് അതേപോലെ ടൈപ്പ് ചെയ്ത് പോവുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂമറിക്, അതായത് നമ്മൾ സംഖ്യകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. സംഖ്യകൾക്ക് പകരം നമ്മൾ വേർഡ്സിൽ ടൈപ്പ് ചെയ്ത് പോവാന്നാണ് പറയുക. ഇപ്പോൾ 2005 എന്ന് പറയുമ്പോൾ 2005 എന്ന് ടൈപ്പ് ചെയ്യുക. 2005 എന്നാണ് പറയുന്നതെങ്കിൽ 2005 എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് പോവുക. ഓക്കെ, അല്ലാതെ നമ്മൾ സംഖ്യകളായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് പാടില്ല. സംഖ്യകൾക്ക് പകരം വേർഡ്സിൽ ടൈപ്പ് ചെയ്ത് പോവുക. തേർഡ് വൺ എന്ന് പറയുന്നത് അബ്രിവേഷൻ. അബ്രിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചുരുക്കിയിട്ട്, അതായത് SBI, NASA എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മൾ സ്പേസ് യൂസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ടൈപ്പ് ചെയ്യുക. പക്ഷെ ഈ പ്രോജക്റ്റിൽ അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ സ്പേസ് കൊടുക്കാതെ ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് പോവാന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് സ്പേസ് നമ്മൾ യൂസ് ചെയ്യേണ്ട, അത് ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് പോവുക. പിന്നെ റീഡ് ഫയൽസ് വരുന്ന സമയത്ത് PRAN നമ്പർ, ചില ആൾക്കാർ അതിനെ ഒരുമിച്ച് പ്രാൻ നമ്പർ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പോൾ അവരെങ്ങനെ അത് പറയുന്നു, പ്രാൻ നമ്പർ എന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാൻ നമ്പർ എന്ന് തന്നെ നമ്മളും ടൈപ്പ് ചെയ്യുക. ഇല്ല PRAN നമ്പർ എന്ന് പറയുമ്പോൾ സ്പേസ് യൂസ് ചെയ്യാതെ ഒരുമിച്ച് PRAN നമ്പർ എന്ന് എഴുതി പോവുക. ഓക്കെ, അതേപോലെ നാസ എന്ന് പറയും, NASA എന്ന് പറയും. അവരെന്താണോ പറയുന്നത് നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് കോമ്പൗണ്ട് വേർഡ്സ്. കോമ്പൗണ്ട് വേർഡ്സ് നമ്മുടെ പ്രോജക്റ്റിൽ അങ്ങനെ വരാറില്ല. കാരണം ഇത് നമ്മൾ നോർമലി നമ്മൾ സംസാരിക്കുന്ന അതേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സ് വരാറില്ല. അഥവാ വരികയാണെങ്കിൽ, കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ചില വാക്കുകൾ എഴുതാനായിട്ട് നമുക്ക് ഈ ഹൈഫൺ യൂസ് ചെയ്ത് എഴുതുന്ന വാക്കുകളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോജക്റ്റിലും ഹൈഫൺ യൂസ് ചെയ്ത് എഴുതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെസിറ്റേഷൻ ആണ്. ഹെസിറ്റേഷൻ സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മുടെ തൊണ്ട വെച്ചിട്ട് നമുക്ക് ഒരു നോയ്സ് വരുന്നതാണ് ഹെസിറ്റേഷൻ. അതായത് നമ്മൾ ചിലപ്പോൾ അവർ ആലോചിക്കുന്നതായിരിക്കാം, ആ സമയത്ത് അവർ എന്ന് പറിച്ച് പറയുന്ന ഒരു നോയ്സ് വരില്ലേ, അതാണ് ഹെസിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹെസിറ്റേഷൻ സൗണ്ട് കേൾക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ടാഗ് ഉണ്ട്, നിങ്ങൾ ടാഗ് യൂസ് ചെയ്യുക. ഓക്കെ, ഏത് ടാഗാണ് വരുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അതിനനുസരിച്ചുള്ള ടാഗ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കോൺവെർസേഷൻ ഫയൽസ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ്. അപ്പോൾ ഒരാൾ കേൾക്കുകയായിരിക്കും, അപ്പോൾ അവർ ഇത് യെസ് ഓർ നോ ആൻസറിങ് ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആ ആ ആ ആ ഇത് ആൻസറിങ് ആണ്, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇത് മുന്നേ പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ, ഫയൽ കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും അവർ ആൻസറിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ അതിനുള്ള വേർഡ്സ്, എന്നുള്ള വേർഡ്സ്, എന്നുള്ള വേർഡ്സ്, ലെറ്റർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇല്ല അവിടെ ഹെസിറ്റേഷൻ ആണ്, അവർ ആലോചിക്കുന്ന പോലെ ഹെസിറ്റേഷൻ ആണ് വരുന്നതെങ്കിൽ ടാഗ് യൂസ് ചെയ്യുക. ഇത് എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഒന്നുമില്ല, നിങ്ങൾ അവിടെ ആൻസറിങ്, യെസ് ഓർ നോ ആൻസറിങ് ആണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വേർഡ്സ് കൊടുക്കുക, ലെറ്റേഴ്സ് കൊടുക്കുക. ഇല്ല അവിടെ ഹെസിറ്റേഷൻ്റെ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടാഗ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർഷ്യൽ വേർഡ്സ്. അതായത് സ്പീക്കർ സംസാരിക്കുന്ന സമയത്ത് ചില വാക്കുകൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് നിർത്താറുണ്ട്. ഓക്കെ, അങ്ങനെ നിർത്തുമ്പോൾ നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അവർ ഏതുവരെ പറഞ്ഞു നിർത്തുന്നു അതുവരെ നമ്മളും ടൈപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് മിസ്പ്രൊനൗൺസിയേഷൻ. അതായത് അവർ എന്താണോ സംസാരിക്കുന്നത് നമ്മളും അതേപോലെ
അവർ പറയുന്ന അതേ രീതിയിൽ തെറ്റാണെങ്കിൽ കൂടിയും അത് ടൈപ്പ് ചെയ്ത് പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ഒരുപാട് വാക്കുകൾ, അതായത് നമ്മൾ പിരിച്ചെഴുതുന്ന വാക്കുകളുണ്ട്, ഒരുമിച്ച് പറയുന്ന വാക്കുകളുണ്ട്. അപ്പൊ നമ്മൾ പിരിച്ചെഴുതുന്ന വാക്കുകൾ അതായത് അവർ ആ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അതേപോലെ എഴുതുക. അല്ലാതെ അവർ പിരിച്ചു പറയുന്നത് നിങ്ങൾ ഒന്നിച്ചെഴുതാനും ഒന്നിച്ച് പറയുന്നത് പിരിച്ചെഴുതാനും ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. പിന്നെ വരുന്ന മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് പങ്ക്ച്വേഷൻസ് ആണ്. ഓക്കെ. അതായത് ഫുൾ സ്റ്റോപ്പ്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇതെല്ലാം പങ്ക്ച്വേഷൻസ് ആണ്. അപ്പോൾ ഈ പങ്ക്ച്വേഷൻസ് നമുക്ക് റീഡ് ഫയൽസിൽ മാത്രം ഉപയോഗിക്കാം. ശ്രദ്ധിക്കുക, റീഡ് ഫയൽസിൽ മാത്രം പങ്ക്ച്വേഷൻസ് ഉപയോഗിക്കുക. എക്സ്റ്റംബറിലോ കോൺവെർസേഷനിലോ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ. അങ്ങനെ വരുന്നത് എററാണ്. മനസ്സിലായി? ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതാണ് മെയിനായിട്ട് വരുന്ന ഗൈഡ് ലൈൻസ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നുകൂടി പറയാമെന്ന്. നിങ്ങൾ ആരും മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ഒന്നും കൂടി പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് ടൂറിലേക്ക് പോവാം. ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ട് വരാണെങ്കിലാ ഹായ് ഹലോ എന്നൊക്കെ വരാണെങ്കിൽ നമ്മൾ ഹായ് ഹലോ എന്ന് തന്നെ ഇംഗ്ലീഷ് തന്നെ ടൈപ്പ് ചെയ്യാം. അത് പറഞ്ഞല്ലോ, ഹായ് ഹലോ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് പോവുക. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? അതായത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? അതായത് അതർ ലാംഗ്വേജിൽ വന്നു കഴിഞ്ഞാലും മലയാളത്തിൽ തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് അല്ലേ? അതെ. അതായത് നമ്മളിത് ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണിത്. ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ്, അതായത് മലയാളം ലാംഗ്വേജിനെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ എത്തിക്കാൻ വേണ്ടി. അതായത് ഇംഗ്ലീഷിലാണ് മോസ്റ്റ്ലി നമ്മളെല്ലാം ടൈപ്പ് ചെയ്യുന്നതും ചോദിക്കുന്ന അല്ലെങ്കിൽ വോയിസ് കൊടുക്കുന്നതാണെങ്കിലും മലയാളത്തിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, അപ്പൊ നോർമലി ഈ സംസാരിക്കുന്ന വ്യക്തികള് നമ്മൾ ഓരോരുത്തർ ഓരോ സ്ലാങ്ങിലായിരിക്കും സംസാരിക്കുക. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി സ്ലാങ്ങുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കളക്ട് ചെയ്ത് വരുന്ന ഡാറ്റ ആണ് ഈ ട്രാൻസ്മിഷൻ ആയിട്ട് വരുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ 14 ജില്ലകളിൽ നിന്നും ഓഡിയോ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഓഡിയോ കളക്ട് ചെയ്ത് വരുന്നതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ചെയ്യുക. അപ്പം ഇതിനകത്ത് അവരെല്ലാ അവരുടെ സ്ലാങ്, അവരുടെ പ്രാദേശിക ഭാഷ എന്താണോ അത് അങ്ങനെ അവർ പറയും. ഇപ്പോ കോഴിക്കോട് പറയുന്നല്ലേ പാലക്കാട് പറയുന്നത്, പാലക്കാട് പറയുന്നല്ലേ ട്രിവാൻഡ്രം പറയുന്നത്, ട്രിവാൻഡ്രം പറയുന്നല്ലേ തൃശ്ശൂർ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്ലാങ്ങാ വരുന്നത്. അപ്പം ആ സ്ലാങ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്താലേ അത് അവർക്ക് എയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എയിലോട്ട് പോകുമ്പോൾ ആ സ്ലാങ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ വേർബാറ്റിം ചെയ്യുന്നത്. ഈ ട്രാൻസ്ക്രിപ്ഷൻ മുഴുവനും വേർബാറ്റിം ആണ്. വേർബാറ്റിം എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്തോ അത് അങ്ങനെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് വേർബാറ്റിം എന്ന് പറയാം. ഓക്കെ. സെക്കൻഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഗൈഡ് ലൈൻ എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷീനിലോട്ട് കയറ്റുമ്പോൾ ചില പഞ്ച്വേഷൻസോ അല്ലെങ്കിൽ ചില ലെറ്റേഴ്സോ അല്ലെങ്കിൽ ചില എന്താ പറയുക കുത്തു കോമ എന്നുള്ള അതുപോലെയുള്ള സിമ്പിൾസ് ചിലത് അതിനകത്ത് ആക്റ്റീവായിട്ട് കയറില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു 4 സിമ്പിൾ മാത്രമേ ഇതിനകത്ത് കയറാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് കോമ, ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്. ഈ 4 മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഈ 4 റീഡിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നമുക്ക് 3 പ്രോജക്റ്റ് ഉണ്ട്: റീഡ്, എക്സ്റ്റംബർ, കോൺവെർസേഷൻ. ഇതിനകത്ത് റീഡിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ആൻഡ് ഇംഗ്ലീഷ്. ന്യൂമറിക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ന്യൂമറിക് അവർ എന്താണോ പറയുന്നത്, ഇപ്പോൾ 1950 എന്ന് പറഞ്ഞാൽ 1950 നമ്മൾ ടൈപ്പ് ചെയ്യണം. 1950 എന്ന് പറഞ്ഞാൽ 1915 എന്ന് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. 1950 എന്ന് പറഞ്ഞാൽ 1950 എന്ന് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. വാട്ട് എവർ ഇറ്റ് ഈസ്, അവരെന്താണോ പറയുന്നത് അത് മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. അത് ഇംഗ്ലീഷ് വേർഡ് ആയിക്കോട്ടെ, ഓർ നമ്പർ ആയിക്കോട്ടെ, ഓർ എനിത്തിങ്. അവര് തമിഴിലാണ് ഒരു കാര്യം പറയണമെന്ന് വെക്കുമോ, ഇപ്പൊ നമസ്തേ, നമസ്കാരം, ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമല്ലോ. ഇപ്പൊ ഹിന്ദിയിൽ നമസ്തേ എന്ന് പറയും. സോ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തതും സംസാരിക്കും, നമസ്തേ, എന്റെ പേര് ഇതാണ്, ഞാൻ ഇതാണ് പറയാൻ പോണത് എന്ന് പറഞ്ഞ ആൾ സംസാരിക്കണമെങ്കിൽ ഈ നമസ്തേ എന്നുള്ളതും നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം.
അത് ഹിന്ദി വേർഡാണ്, ബട്ട് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ഓക്കെ. അതിപ്പോ ഏത് മനസ്സിലായി? ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പം വേറെ എന്താ ഏതെങ്കിലും ഒരു പോലെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. സംസ്കൃതത്തിൽ സപ്പോസ് അങ്ങനെയും നമുക്ക് ഫയൽസ് വന്നിട്ടുണ്ടായിരുന്നു. വരില്ല. അപ്പൊ മേ ബി ഈ അതാണെങ്കിലും സംസാരിക്കുന്ന വ്യക്തികൾ, ഇപ്പൊ നമ്മൾ നോർമലി സംസാരിക്കുന്ന ആൾക്കാർ ഇംഗ്ലീഷ് വേർഡ് കലർത്തിയിട്ടാണ് സംസാരിക്കുക അല്ലെ. ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മളെ കൊണ്ട് സംസാരിക്കാനേ പറ്റില്ല. ചെറിയ വേർഡെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടാ സംസാരിക്കുക. അതായത് നമ്മുടെ ലാംഗ്വേജിൽ തന്നെ, ആ ഇപ്പൊ ലാംഗ്വേജ് നമ്മുടെ ഭാഷയിൽ തന്നെ എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ തന്നെ. അപ്പൊ ഈ നമ്മുടെ ലാംഗ്വേജ് എന്നുള്ളത് ഇംഗ്ലീഷാണ്. സോ ആൾ അങ്ങനെ പറയുന്നുണ്ട്, ആ വ്യക്തി അങ്ങനെയാണത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലാംഗ്വേജ് എന്നുള്ളത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ഇപ്പോ 1950 എന്ന് പറഞ്ഞാൽ 1950, 1950 എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇപ്പോ 1950 പറഞ്ഞാൽ 1950 എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിൽ നമ്മൾ എന്ത് അവർ പറയുന്നത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ന്യൂമറിക് യൂസ് ചെയ്യാൻ പാടില്ല. ഇംഗ്ലീഷ് വേർഡ്സും ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡ് പറയുന്നത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ഇംഗ്ലീഷ് വേർഡായിട്ട് അതിനകത്ത് ടൈപ്പ് ചെയ്തിടരുത്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് തിങ് അബ്രിവിയേഷൻ. അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ലെറ്റേഴ്സോ 4 ലെറ്റേഴ്സോ ചേരുന്ന ഒരു വേർഡിനെയോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ലെറ്റേഴ്സ് മാത്രം പറയുന്ന ഒരു സംഭവത്തിനെയോ അതിന് മുഴുവനായിട്ട് ഒരു അബ്രിവിയേഷൻ ഉണ്ടാവും. അതായത് അതിന് മുഴുവനായിട്ട് ഒരു പേരുണ്ടാവും. ഇപ്പോൾ SBI എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. അതിനെ ഷോർട്ട് ഫോമിലേക്ക് നമ്മൾ പറയുന്നതാണ് SBI എന്നുള്ളത് അല്ലെ. അപ്പം അതിനകത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് SBI എന്നാണെങ്കിൽ SBI എന്ന് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. വിത്തൗട്ട് സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്യണം. ആ വ്യക്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യണം. ചിലവര് നാസ എന്ന് വായിക്കും, ചിലവര് NIC എന്ന് വായിക്കും. സോ അത് ഡിപ്പെൻസ് അവരെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അവരെങ്ങനെ പറയണമെന്നുള്ള കാര്യം. സോ അപ്പൊ നമ്മൾ അവർ പറയുന്ന എന്താണോ അത് അങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ളത് മാത്രമേ ഈ ട്രാൻസ്ക്രിപ്ഷനകത്ത് ഉള്ളൂ. അതിനകത്ത് ഈ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യണം. ഈ ഗൈഡ് ലൈൻസ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ SBI ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ SBI എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥമില്ല. അതിനാണ് ഈ ഗൈഡ് ലൈൻ. ഈ ഗൈഡ് ലൈൻ ഉപയോഗിച്ച് വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് തിങ് കോമ്പൗണ്ട് വേർഡ്സ്. കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്ലാങ് ആണ്. പകുതിയിൽ വെച്ച് പകുതി കാര്യങ്ങൾ നിർത്തും, പകുതിയെ കേൾക്കുള്ളൂ, ചില പകുതി കാര്യങ്ങൾ നമുക്ക് കേൾക്കില്ല. അപ്പൊ ഈ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത് ഒന്നിനോട് ഒന്ന് ചേർന്ന് വരുന്ന വേർഡിനെയാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയാം. ഇപ്പൊ സർവകലാശാലകളും ഉണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്. സംഭവം രണ്ടും ഒരേ അർത്ഥം, പക്ഷെ രണ്ടായിട്ട് പറയാൻ പറ്റും. മുണ്ട് എന്നും പറയാൻ പറ്റും, ഉണ്ട് എന്നും പറയാൻ പറ്റും. ഓക്കെ. അത് എങ്ങനെയാണോ അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് അത് കോമ്പൗണ്ട് വേർഡ്സ്. അതെങ്ങനെയാണോ അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്യണം. ചിലവർ അതിനകത്ത് പറയും, ചിലവർ അതിനകത്ത് പറയും. നാത്ത് മാത്രമല്ല, അവിടെ സൈലന്റ് ആവും. സോ അതിനകത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം. അതിനകത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യണം. ഇത് ഡിപ്പെൻസ് നമ്മുടെ ലാംഗ്വേജിൽ ഓരോ സ്ലാങ് ഉൾപ്പെടുമ്പോൾ വരുന്ന ഒരു ചെറിയ വ്യത്യാസങ്ങളാണ് അതൊക്കെ. പക്ഷെ ആ സ്ലാങ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ. ദെൻ പാർഷ്യൽ വേർഡ്. ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് നമ്മളെങ്ങനെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് ഒന്ന് തൊണ്ടയിൽ ഒരു സൗണ്ട് എടുക്കും, എന്നുള്ള സൗണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് വായ അടച്ചിട്ടൊരു എന്നുള്ള സൗണ്ട് ഉണ്ടാവും. ചിലപ്പോൾ വായ തുറന്നിട്ട് എന്നൊരു ഉള്ളിന്ന് എടുക്കുന്ന സൗണ്ട്സ് ഒക്കെ വരും. അതായത് അവർ ചിലപ്പോൾ ആലോചിക്കുന്നതോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ നോർമലി ഓരോരുത്തർ ആലോചിക്കുന്നതിന് ഓരോ സൗണ്ട്സ് കൊടുക്കാറുണ്ട്. ആ സൗണ്ട്സിന് യൂസ് ചെയ്യുന്നതാണ് ഈ ഹെസിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് അവർ ആലോചിക്കുകയോ അല്ലെങ്കിൽ ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സൗണ്ട്സ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹെസിറ്റേഷൻ സൗണ്ട്സ്. അത് ഹെസിറ്റേഷൻ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അത് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു സൗണ്ട് കൊടുത്തു, ഈ എന്നുള്ളത് UHH ഉണ്ട്, UGH ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ പറയുമ്പോൾ HMM, പറയുമ്പോൾ UMM. ഇത് ഹെസിറ്റേഷൻ.
അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനകത്ത് കൊടുക്കണം. നോർമലി സംസാരിക്കുന്ന എല്ലാ വ്യക്തികളും ഹെസിറ്റേഷൻ കൊടുക്കും. സോ ഹെസിറ്റേഷൻസ് നമ്മൾ എവിടെ എവിടെ കേൾക്കുന്നുണ്ടോ അവിടെയൊക്കെ ഹെസിറ്റേഷൻ ടാഗ് കൊടുക്കണം. ഹെസിറ്റേഷൻ ടാഗ് മീൻസ് മാനുവലി ടൈപ്പ് ചെയ്യണോ ഈ ടാഗ്? ഇല്ല, ടാഗ്സ് എല്ലാം നിങ്ങൾക്ക് ശൂന്യക്കകത്തുണ്ട്. പറയൂ, കേൾക്കുന്നില്ല. നബീൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ മാം. പറഞ്ഞോളൂ. ഹലോ, ഞാൻ സരിത. നമ്മളെ ഈ ശൂന്യം നമ്മൾ ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് അല്ല പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണോ വേണ്ടത്? ഇല്ല, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡി ആൻഡ് പാസ്വേഡ് തന്നിട്ടുണ്ടാവും. ഞാൻ ശൂന്യയുടെ ലിങ്ക് ഗ്രൂപ്പിൽ ഉണ്ട്. ഇട്ടുതരാം. ഓക്കെ, ശൂന്യ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ശൂന്യ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ ഇൻ കാണിക്കും. ആ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശൂന്യക്കകത്ത് പോകാൻ പറ്റും. ശൂന്യക്കകത്ത് പോയതിനു ശേഷം നിങ്ങൾ ഏത് പ്രോജക്റ്റിലാണോ ആഡ് ചെയ്തത് ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് വിസിബിൾ ആവും. ഓക്കെ, അതെന്താ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഫർദർ സ്റ്റെപ്സിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഗൈഡ് ലൈനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ആക്ച്വലി ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ലാപ്ടോപ്പിൽ മാത്രമല്ലേ പറ്റുള്ളൂ? സിസ്റ്റം ഒരു ലാപ്ടോപ്പിൽ ചെയ്യാം, ഫോണിൽ ചെയ്യാൻ പറ്റില്ല. ഫോണിൽ ചെയ്യാം, പക്ഷെ കുറെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അതായത് ടാഗ്, എന്താ പറയുക, സെഗ്മെന്റേഷൻ, അഡ്ജസ്റ്റ്മെന്റ്, ഇതൊന്നും നിങ്ങൾക്ക് അതിനകത്ത് ഫോണിനകത്ത് ആർക്കും ചെയ്യാൻ പറ്റില്ല. സോ ലാപ്ടോപ്പോ സിസ്റ്റം ഹെസിറ്റേഷൻ ടാഗ് ഉണ്ട്, അത് നമ്മള് ഡബിൾ കോട്ട്സിൽ തന്നെ കൊടുക്കണം. ഹെസിറ്റേഷൻ ടാഗ് ഡബിൾ കോട്ട്സിൽ തന്നെ കൊടുക്കണം. ഇല്ല, ഹെസിറ്റേഷൻ ടാഗ്സ് നിങ്ങൾ ഇതിനകത്ത് അതിനെ കുറിച്ചൊന്നും വെറീഡ് ആവണ്ട. നിങ്ങൾക്ക് ടാഗ്സ് എല്ലാം ശൂന്യക്കകത്തുണ്ട്. ജസ്റ്റ് ഷിഫ്റ്റ് ആൻഡ് ഡോളർ സിമ്പിൾ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ടാഗ്സ് എല്ലാം വിസിബിൾ ആകും. നിങ്ങൾ അതിൽ സെലക്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അതേപോലെ ജനറലി യൂസ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും എന്താണത്? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതായത് ജനറലി യൂസ് ചെയ്യാൻ പറ്റിയ ഷോർട്ട് കീസ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ടൂളിൽ യൂസ് ചെയ്യാൻ പറ്റിയ? അല്ല, നിങ്ങൾക്കത് നോർമലി നമ്മൾ ടൂളിനകത്ത് തന്നെ എടുക്കുന്നതാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാനുവൽ ടൈപ്പിങ്ങോ അല്ലെങ്കിൽ നോട്ട് പാഡിൽ യൂസ് ചെയ്തിട്ടോ കൊടുക്കുന്ന സമയത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് റിവ്യൂവേഴ്സ് റിവൈസ് ചെയ്യും. സോ നിങ്ങൾ മാനുവലി ചെയ്യുന്നതിനേക്കാളും നോട്ട് പാഡിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കറക്റ്റ് ആയിട്ട് ഇട്ട് പോകേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റും ഡോളർ സിമ്പിൾ അടിച്ചാൽ അതിൽ പെട്ടെന്ന് വരും. ടാഗ്സ് ഒക്കെ അതിനകത്ത് വിസിബിൾ ആണ്, നിങ്ങൾക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും. നിങ്ങൾക്ക് അടുത്തടുത്ത് ഇപ്പോൾ പെർസിസ്റ്റന്റ് നോയ്സ് ടാഗ് അതിനകത്ത് ഉണ്ടാവും. നിങ്ങൾ എടുത്ത് അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മാത്രം മതി, അവിടെ വന്നോളും. അതല്ല, ടാക്സിനല്ലാതെ നമ്മളിപ്പോ ഒരു സേവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലേ ചെയ്യാൻ, പോസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് കീസ് ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം, അത് ടൂളിൽ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ പാർഷ്യൽ വേർഡ്. പാർഷ്യൽ വേർഡ് എന്താണെന്ന് വെച്ചാൽ പാർഷ്യലി അവർ നിർത്തുന്ന വേർഡ്സിനെ പാർഷ്യൽ വേർഡ് എന്ന് പറയും. അതായത് ഒരു വാക്കിനെ ഫുള്ളി, ഒരു വാക്കിനെയോ അല്ലെങ്കിൽ ഒരു വാക്കിനെ ഇപ്പോൾ ഫുള്ളി അവർ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പാർഷ്യൽ വേർഡ്സ് ആണ്. ഇപ്പോൾ ചില വേർഡ്സ്, ചില സംഭവങ്ങൾ സർവകലാശാലകളുമുണ്ട്, സർവകലാശാലകളുമുണ്ട്. സോ പാർഷ്യലി ആ വേർഡിനെ നിർത്തി. സോ ആ പാർഷ്യലി നിർത്തുന്ന വേർഡ്സിനെ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യണം. സർവകലാശാലകളും ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പാർഷ്യൽ വേർഡ്സ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് മിസ്പ്രൊണൗൺസിയേഷൻ. മിസ്പ്രൊണൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ അതും ഇത് തന്നെയാണ്. വേർഡിനെ മിസ്പ്രൊണൗൺസ് ചെയ്ത് പറയുന്നു, അതായത് തെറ്റി പറയുന്നുണ്ട്. ആ വേർഡ് തെറ്റി പറയുന്നു എന്നുണ്ടെങ്കിൽ ആ തെറ്റിയാലും കുഴപ്പമില്ല, അവരെന്താണോ പറയണത് അത് നമ്മൾ ടൈപ്പ് ചെയ്യണം. സ്പീക്കർ ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ചെയ്യരുത്, അനോട്ടേറ്റേഴ്സ് അത് കറക്റ്റ് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്
അതേപോലെ ഈ സം വേർഡ്സ് വന്നിട്ട് ഇപ്പൊ ടോപ്പപ്പ് അങ്ങനെ വരുന്ന വേർഡ്സുകളൊക്കെ ഉണ്ടല്ലോ, ടോപ്പപ്പ്, അതേപോലെ വേറെ ഹൈഫൈ, വൈഫൈ, ഈ സംഭവങ്ങൾക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഹൈഫൺ കൊടുക്കും, ഒരു ഹൈഫൺ വരും. സോ ആ ഹൈഫൺ നീഡഡ് ആണ്, മലയാളത്തിൽ അത് നീഡഡ് ആണ്, മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ആവശ്യമുണ്ട്, നമ്മുടെ ഡിക്ഷണറി അപേക്ഷിച്ച് അത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹൈഫൺ കൊടുക്കണം. അങ്ങനെയുള്ള വേർഡ്സുകൾക്ക് ഹൈഫൺ കൊടുത്ത് വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. മോസ്റ്റ്ലി വരാറില്ല, വന്നാൽ കൊടുക്കണം. മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയി മാം. ന്യൂ ആയിട്ട് വന്ന ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ആയി എന്ന് പറയൂ. മനസ്സിലായി മാം. മനസ്സിലായി. മനസ്സിലായി. ക്ലിയർ ആയി മാം. ഓക്കെ ആണോ മാം? ശരി, ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, റീഡ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് പറയാൻ പറ്റുമോ? റീഡ് ഫയൽ നമ്മൾ എങ്ങനെ ചെയ്യാം? മാം, റീഡ് ഫയൽ എന്ന് പറയുമ്പോൾ 1-2 സെൻറ്റൻസിൽ വരുന്ന ചെറിയ ഫയല് ആണ്. പിന്നെ സ്പീക്കർ നോക്കി വായിക്കുന്ന ഫയലായിരിക്കും റീഡ് ഫയൽ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഡോട്ട്, അതുപോലെ കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, ഹൈഫനേഷൻ, ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഇതാണ്. ഓക്കെ മാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ റീഡ് ഫയൽ? അത് വേറെ ആരെങ്കിലും? എക്സിസ്റ്റിംഗ് ടീംസ് ആരും പറയണ്ട, പുതിയതായിട്ട് കയറിയ, അതായത് 2-3 ട്രെയിനിങ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയാം, നമുക്ക് സമയമില്ല, നെക്സ്റ്റ് പോകണം. പെട്ടെന്ന് പറയൂ. റീഡ് ഫയൽസ് നമ്മൾ ഏറ്റവും കുറഞ്ഞ മിനിറ്റിലുണ്ടാവുന്ന ചെറിയ ഫയലായിരിക്കും റീഡ് ഫയൽസ്. അതിലെന്താണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അത് അതേപോലെ യൂസ് ചെയ്യണം. ഇംഗ്ലീഷ് ഒന്നും പാടില്ല, അവരുടെ സെയിം ലാംഗ്വേജിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്പേഴ്സ് ഒക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. റീഡ് ഫയൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് ഫയൽസ് എക്സിസ്റ്റിംഗ് ടീമും കേട്ടോളൂ. റീഡ് ഫയൽസിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, അതുകൊണ്ടാ പറയണേ. റീഡ് ഫയൽസിൽ മോസ്റ്റ്ലി നോക്കി വായിക്കുന്ന ഫയലാണ്, അതായത് ആ വ്യക്തി നോക്കി വായിക്കുന്ന ഫയലാണ് റീഡ് ഫയൽ എന്ന് പറയാ. ഈ ഫയലിനകത്ത് എന്താ പറയാ, ഇപ്പോൾ അലക്സ കമന്റ്സ്, വിക്കിപീഡിയ കമന്റ്സ്, ഡിജിറ്റൽ പേയ്മെന്റ് കമന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമുക്ക് മലയാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മലയാളം കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അലക്സ സ്വിച്ച് ഓൺ ദ ലൈറ്റ്, സ്വിച്ച് ഓൺ ദ ലൈറ്റ്, ഫാൻ, അങ്ങനെയുള്ള കുറെ കമന്റ്സുകളും വരാറുണ്ട്. ചിലപ്പോൾ 5 സെക്കൻഡ് ആയിരിക്കാം, 10 സെക്കൻഡ് ആയിരിക്കാം, 15 സെക്കൻഡ് ആയിരിക്കാം, അങ്ങനെ 1 മിനിറ്റ് വരയ്ക്കും ഡ്യൂറേഷൻ വരുന്നതായിരിക്കും റീഡ് ഫയൽ. റീഡ് ഫയലിനകത്ത് നമുക്ക് മുന്നേ പറഞ്ഞിരുന്നത് 1-ൽ കൂടുതൽ സെഗ്മെന്റ് ഉണ്ടായാൽ ചെയ്യരുത് എന്നല്ലേ. ഇപ്പോ 2 സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് റീഡ് ഫയലില്.
30 സെക്കൻഡിൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 2 സെഗ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. കുറച്ച് ഡ്യൂറേഷൻ, അതായത് ഡ്യൂറേഷൻ കുറവായിരിക്കും, പക്ഷെ ലെങ്തി സെന്റൻസ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അത് 2 സെഗ്മെന്റ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അത് ഒറ്റ സെഗ്മെന്റ് ആയിട്ട് ചെയ്തിട്ട് അതിനെ എന്താ പറയാ, അതായത് 30 സെക്കൻഡിന്റെ ഉള്ളിലാണെങ്കിൽ അതിന് ഒറ്റ സെഗ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് പറഞ്ഞത് മുഴുവൻ ടൈപ്പ് ചെയ്യണം. സെക്കൻഡ് 1 മിനിറ്റിന്റെ ആണെങ്കിൽ അത് 2 സെഗ്മെന്റ് ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് അവർ എന്താണോ സംസാരിച്ചിരിക്കുന്നത് അങ്ങനെ ടൈപ്പ് ചെയ്യണം. വിത്ത് ഗൈഡ് ലൈൻ ഉപയോഗിച്ച് അത് ടൈപ്പ് ചെയ്യാം. ആൻഡ് റീഡ് ഫയൽസിൽ ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ്, കോമ, ഈ 4 നമുക്ക് യൂസ് ചെയ്യാം. ഹായ് എന്ന് പറഞ്ഞിട്ട് കോമ കൊടുത്ത് ഹായ് എന്ന് പറയുന്നു, അതായത് അവർ വായിക്കുന്നതിൽ ഹായ്, ദെൻ കോമ, ദെൻ അവരെന്താണോ വായിക്കുന്നത് അത് നമ്മൾ എഴുതും. നമ്മൾ നോർമലി അങ്ങനെ കോമ ഉപയോഗിച്ചിട്ടല്ലേ എഴുതാറ് ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ വരുമ്പോൾ. സോ കോമ. അതേപോലെ ഒരു വേർഡിന് പറയുന്നു, ചെയ്യുന്നു, അങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഫുൾ സ്റ്റോപ്പ്. ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന സ്ഥലങ്ങളിൽ ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെ വരും? ചെയ്യാമോ, പറയാമോ, കേൾക്കാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വരും അല്ലേ? അങ്ങനെയല്ലേ വരിക? വാവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ്ക്ലമേഷൻ മാർക്ക് വരും. വാവ്. നോർമലി നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ്. സോ എവിടെ അത് ഉപയോഗിക്കണം, അത് അവിടെ ഉപയോഗിച്ചു വരിക. റീഡ് ഫയൽസിൽ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാം, ക്ലിയർ ആയി. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റംബർ ഫയൽ. എക്സ്റ്റംബർ ഫയൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെ ഒരു ആൻസർ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കോണമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കേരളത്തിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരോട് ക്വസ്റ്റ്യൻ വരിക. ചിലപ്പോൾ അവരെ ഹോബിയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ TV കാണുന്നുണ്ടെങ്കിൽ എന്ത് പ്രോഗ്രാമാണ് നിങ്ങൾ കൂടുതലായിട്ട് കാണാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണുന്ന പ്രോഗ്രാം എന്താണ്, അതിനൊന്ന് വിശദീകരിക്കാമോ എന്നായിരിക്കും ചിലപ്പോൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. സോ ക്വസ്റ്റ്യന് അവർ എന്തായിരിക്കും ആൻസർ ചെയ്യുക? ഞാൻ ഇന്ന പ്രോഗ്രാം കാണും, ഈ പ്രോഗ്രാം എനിക്ക് ഇത്ര ഇഷ്ടമാണ്, ഇത്ര ജഡ്ജസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര പാർട്ടിസിപ്പൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, 1 hour പ്രോഗ്രാമാണ്, ഇന്ന ചാനലിലാണ് ഞാൻ കാണാറുള്ളത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ്, ഇങ്ങനെയായിരിക്കും ആ വ്യക്തി പറയുക. അപ്പോൾ നമ്മൾ അവരെ അവിടെ എന്താ പറഞ്ഞു വെച്ചാൽ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൽ മോസ്റ്റ്ലി വരുന്നത് 5 minutes or 10 minutes വരയ്ക്കും ചിലത് വരാറുണ്ട്. ചിലത് 1 മിനിറ്റിന്റെ ആയിരിക്കും, ചിലത് 2 മിനിറ്റിന്റെ ആയിരിക്കും, അങ്ങനെ 10 മിനിറ്റ് വരയ്ക്കും ഓഡിയോസ് വരാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റിനൊന്നും ഒറ്റയടിക്ക് ഇത് നമ്മളെ കൊണ്ട് ചെയ്യാനേ പറ്റില്ല. അപ്പൊ നമ്മൾ ഡ്രാഫ്റ്റിൽ സേവ് ചെയ്ത് നമ്മുടെ ബ്രേക്ക് എടുത്തെടുത്ത് അത് ടൈപ്പ് ചെയ്ത് പോവാം. മനസ്സിലാവുന്നുണ്ടോ? അത് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്താൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അതിനകത്ത് തന്നെ കാണും. മനസ്സിലാവുന്നുണ്ടോ? എക്സ്റ്റംബർ ഫയലിൽ ഒന്നുമില്ല, അറിയേണ്ട കാര്യങ്ങൾ വേർബാറ്റിം ടൈപ്പ് ചെയ്യുക, പഞ്ച്വേഷൻസ് യൂസ് ചെയ്യരുത്. അതേപോലെ 30 സെക്കൻഡിൽ കൂടുതൽ ഒരു സെഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. നമ്മൾ കണ്ടാൽ അത് നമ്മൾ കുറയ്ക്കണം, വരില്ല, വന്നാൽ കുറയ്ക്കണം. ഓക്കെ. പിന്നെ 4ാമത്തെ കാര്യം, ഇപ്പം എക്സ്റ്റംബർ ഫയൽസിൽ ചിലപ്പം സെഗ്മെന്റിന് പുറത്ത് ചെറിയ വേവ് ഉണ്ടാവും, അവിടെ എന്തോ പറയുന്നുണ്ട്, പക്ഷെ ആ വേവിനകത്ത് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതിന്റെ ബാലൻസ് ആയിരിക്കും, അതായത് മുമ്പിലുള്ളതിന്റെ ബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വരാൻ പോകുന്നതിന്റെ ഫ്രണ്ടിലുള്ള വേർഡ് ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. അപ്പൊ അത് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് മുമ്പിലുള്ളതിന്റെ കഴിയാൻ പോകുന്ന വേർഡിനെയാണ് അവിടെ ആഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ട്, ഐ മീൻ അവർ പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പിലുള്ള സെഗ്മെന്റിലേക്ക് അതിനെ ആഡ് ചെയ്യണം. അല്ല അവർ പറയാൻ പോകുന്ന വേർഡാണ് അത് എന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് റൂളാണ്, അതായത് എക്സ്റ്റംബറിന്റെ റൂളാണിത്. സ്പീക്കർ കറക്റ്റ് ആണോ നോക്കുക. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും പ്ലേ പോസ് ചെയ്ത് ഓഡിയോ കേൾക്കാൻ പറ്റും, സ്പീഡ് കുറച്ച് കേൾക്കാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ എബിലിറ്റീസ് എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ. അപ്പൊ എക്സ്റ്റംബർ ഫയൽസ് അങ്ങനെ. ഓക്കെ മാം. ആൻഡ് തേർഡ് വൺ കോൺവെർസേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ 2 ഫയലും ഒരുമിച്ചൊന്നും നിങ്ങൾക്ക് വരുന്നില്ല, സെപ്പറേറ്റ് ഓഡിയോസ് ആയിട്ട് വരില്ല. ഇപ്പോൾ ഞാനും സിരാജും കൂടി സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിരാജിന്റെ ഒരു ഓഡിയോ ആയിരിക്കും, എൻ്റെ ഒരു ഓഡിയോ ആയിരിക്കും, ഞങ്ങൾ രണ്ടാളുടെയും വേറെ ഓഡിയോസ് ആയിരിക്കും, പക്ഷെ സെയിം ടോപ്പിക് ആയിരിക്കും ഞങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക. അതായത് ചിലപ്പോൾ പ്രിൻസിപ്പളും ടീച്ചറും ആയിരിക്കും, അല്ലെങ്കിൽ ടീച്ചറും പാരന്റും ആയിരിക്കും. അങ്ങനെ അത് ഞാനൊരു എക്സാമ്പിളിന് പറയാണ്. അതുപോലെ നിറയെ ടോപ്പിക്സിൽ കോൺവെർസേഷൻ ഫയൽസ് വരാറുണ്ട്.
അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സെയിം ടോപ്പിക്, അതായത് സെയിം ടോപ്പിക് ഡിഫറെന്റ് റോൾസ് ആയിരിക്കും സംസാരിക്കുക, ഡിഫറെന്റ് റോൾസിലായിരിക്കും ഉണ്ടാവുക, സെയിം ടോപ്പിക് ആയിരിക്കും സംസാരിക്കുക. അപ്പോൾ എന്റെ ഓഡിയോ ഒന്നിനകത്തും ഈ ആളുടെ ഓഡിയോ ഒന്നിനകത്തും ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പുള്ളി ചെയ്യുന്ന സമയത്ത് വേറെ ആരെങ്കിലും പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ ഓഡിയോ അതിനകത്തും ആളുടെ ഓഡിയോ ഇതിനകത്തും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അവരെന്താ പറയണം എന്നുള്ള കാര്യം. സോ ക്ലിയർ ആയിട്ട് കേൾക്കണം. കോൺവെർസേഷൻ ഫയല് വളരെ സ്ലോയിൽ വെച്ച് ക്ലിയർ ആയിട്ട് കേട്ടതിന് ശേഷം അവരെന്താ പറയണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിനകത്ത് ഹെസിറ്റേഷൻ വരില്ല, നോർമലി ഹെസിറ്റേഷൻ വരാറില്ല. വന്നാൽ ഹെസിറ്റേഷൻ ടാഗ് കൊടുക്കുക. മോസ്റ്റ്ലി കോൺവെർസേഷനിൽ വരുന്നത് ആൻസറിങ് ആണ്. അതായത് ആ ആ ആ അതെയോ, എപ്പോഴായിരുന്നു, ആ ആ എനിക്കറിയായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആൻസറിങ് ആണോ ഹെസിറ്റേഷൻ ആണോ? നിങ്ങൾക്കും പറയാം, ആൻസറിങ് ആണോ ഹെസിറ്റേഷൻ ആണോ? ആൻസറിങ് ആണെന്നുണ്ടെങ്കിൽ അത് ആൻസറിങ് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണം. ആ ആ ആ ഹാ 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 എന്നുള്ളത് ഹാ, സിംഹം എന്നുള്ളതിന്റെ ഹാ ഹാ. ആ ആ ആ എന്ന് പറഞ്ഞാൽ മലയാളം ആ, ഫസ്റ്റ് ഓർ സെക്കൻഡ് ലെറ്റർ. ആ അതെയോ, ആ അപ്പോൾ സെക്കൻഡ് ലെറ്റർ, ആ ഫസ്റ്റ് ലെറ്റർ. സോ അതെങ്ങനെയാണോ ഡിപ്പെൻസ് അവരെങ്ങനെയാണോ പറയുന്നത് അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യണം. കോൺവെർസേഷൻ ഫയൽസ് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഒരു ഫയൽസിലും ഓവർലാപ്പ് ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യതയില്ലല്ലോ അല്ലേ? ഓവർലാപ്പ് ഇവരായിട്ട് ചെയ്യാതിരുന്നാൽ വരില്ല. അതർവൈസ് സോറി, ഇവരായിട്ട് ചെയ്താൽ വരും, ചെയ്തില്ലെങ്കിൽ വരില്ല. കാരണം അതിനകത്ത് ഓൾറെഡി സെഗ്മെന്റേഷൻ ഉണ്ടാവും. സോ ഇവര് അതിനകത്ത് പോയിട്ട് സെഗ്മെന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ ഡ്രാഗ് ചെയ്തിടുന്നതിന് വേണ്ടി അതിലും ഇതിലൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഓവർലാപ്പ് വരും. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് ടീമുകാരും വെയിറ്റിംഗ് ആണ്, ഞാൻ അവർക്കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബാച്ചസ് ആയിട്ടാണ് ഫയൽസ് വന്നുകൊണ്ടിരുന്നത്. ഓരോ ബാച്ച് വൈസ് ആയിരുന്നു നമുക്ക് ഫയൽസ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ. ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാച്ചസിലും എത്ര ഫയൽസ് ഉണ്ടോ ആ ഫയൽസ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയും ബാച്ചസിൽ നമുക്ക് ഫയൽസ് ഉണ്ട്. 5000 ഫയൽസോളം നമുക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോ, 5000. സോ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ എടുക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ റീസെന്റ് ടൈമിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ബാച്ച് എന്ന് പറയുന്നത് മലയാളം എക്സ്റ്റംബർ B22 ആണ്. ഓക്കെ. ഈ 22 മുതൽക്കാണ് നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുന്നുള്ള എല്ലാം പഴയതാണ്. 1, 2, 3, 4 എന്നുള്ള ഫയൽസ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വലിയ ഫയൽസ് ഇല്ല. ഇപ്പൊ പുതിയതായിട്ട് വന്ന ബാച്ചസ് ആണ് എക്സ്റ്റംബർ B22 മുതൽക്കുള്ളത്. ഇപ്പൊ B22 13 ഫയല് നമുക്കുണ്ട്. അതേപോലെ കോൺവെർസേഷൻ B24 8 ഫയലുണ്ട്. കുറച്ച് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഞാൻ പറയുന്നത് എന്താന്നുള്ളത്. അതായത് 5130 മുതൽക്ക് നമുക്ക് തുടങ്ങി. ഓക്കെ, ഇപ്പൊ അതിനകത്ത് 13 ഉള്ളൂ. പക്ഷേ നമുക്ക് ഇതെങ്ങനെ 5000 ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ റീഡ് B36 698 ഫയല് നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ B37 302 ഫയലുണ്ട്. B38 985 ഫയൽസ് ഉണ്ട്. അതേപോലെ B39 625 ആൻഡ് റീഡ് B40 239. ഇതാണ് നമുക്ക് റീഡ് ഫയൽസ്. അതേപോലെ B41 ഒരു 5 ഫയൽ. ഇത്രയും റീഡ് ഫയൽസ് ആണ് നമുക്ക് കിടക്കുന്നത്. ആൻഡ് അതേപോലെ എക്സ്റ്റംബറിൽ B23 503 ഫയലുണ്ട്. എക്സ്റ്റംബർ B24 50 ഫയലുണ്ട്. ആൻഡ് B25 917 ഉണ്ട്. B26 466 ഉണ്ട്. B27 207. അതേ തന്നെയാണ് കോൺവെർസേഷൻസിലും. ഇതിനകത്ത് നിങ്ങൾ കുറെ പേര് എന്നോട് ചോദിച്ചത്, എക്സിസ്റ്റിംഗ് ടീമിലുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത്, അതായത് നിങ്ങൾക്ക് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കുറെ ഫയൽസ് കാണുന്നുണ്ട് മാം, പക്ഷെ നമുക്ക് പുൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. നമുക്ക് എന്തുകൊണ്ടാണ് പുൾ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ബാച്ചസിലും ഈ ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ടോ, ആ ഫയൽസ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ.
അതായത് നമുക്ക് മുന്നത്തെ പോലെ 1200 ഫയൽ ഒറ്റ ബാച്ചിൽ ഇട്ടിട്ട് ആ ഒറ്റ ബാച്ച് നമ്മൾ എടുത്ത് മുഴുവനായിട്ട് ചെയ്യും. അതാണ് നമ്മൾ മുന്നേ ചെയ്തത്. പക്ഷേ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് അതാത് ബാച്ചസിൽ, അതായത് ഓരോ ഡിസ്ട്രിക്ട്സിന്റെ ബാച്ചസ് ആണിത്. അപ്പൊ അതാത് ബാച്ചസിൽ നിങ്ങൾക്ക് എത്ര ഫയൽസ് ഉണ്ടോ അത്രയും ഫയൽസ് നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആവും. ആ ഫയൽസ് മാത്രമേ നമുക്ക് പുൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ കൂടുതൽ ഫയൽസ് നമുക്ക് പുൾ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. ടീം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാം. നിങ്ങൾ 1200 ഫയൽ അതിൽ കണ്ടാലും നിങ്ങൾക്ക് 5 ഫയലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 5 ഫയലേ പുൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഫയൽ നമുക്ക് അതിനകത്ത് പുൾ ചെയ്യാൻ പറ്റില്ല. പെൻഡിങ് ഫയൽസ് മാത്രമേ പുൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് നമുക്ക് പെൻഡിങ് ഫയൽസ് എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര ഫയൽസ് ഈ ബാച്ചിൽ വന്നിട്ടുണ്ടോ ആ ഫയൽസ് എത്ര എണ്ണം എന്നുള്ളത് എനിക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാനത് നിങ്ങൾക്ക് ഡെയിലി ഞാൻ നിങ്ങളെ ആഡ് ചെയ്ത ബാച്ചസിൽ നിങ്ങൾ എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളതും എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനകത്ത് എത്ര എണ്ണം കഴിഞ്ഞിട്ടുണ്ടല്ലോ, എത്ര എണ്ണം ചെയ്യണം, എത്ര പേര് ചെയ്യണം എന്നുള്ളതും ഞാൻ ഓരോ ബാച്ചസിലിടും. അതിനുശേഷം നിങ്ങൾക്ക് ഫയൽ ഇല്ല എന്ന് പറയുമ്പോൾ, പുൾ ചെയ്യാൻ ഇല്ല എന്ന് പറയുമ്പോൾ അടുത്ത ബാച്ചസിലിടും. സോ ഈ ബാച്ച് വൈസ് നമുക്ക് പോകുമ്പോഴേ ക്ലിയർ ആക്കാനും പറ്റുള്ളൂ. അതേപോലെ ഇപ്പൊ ഈ ബാച്ചിൽ 1000 ഫയൽ വരുന്നുണ്ട്. അതായത് B36 1000 ഫയൽ ടോട്ടൽ കൊടുക്കും. പക്ഷെ 698 ഫയൽ നമുക്ക് ഇൻകംപ്ലീറ്റ് ഉണ്ട്. ബാലൻസ് മാത്രമേ ഇതിൽ വരാനുള്ളൂ. അത് എപ്പോ വരും എങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഏത് ബാച്ചസിലാണോ ഉള്ളത് അതാത് ബാച്ചസ് നമ്മൾ ചെയ്തു പോവാം. ഓക്കെ. ഫയൽ വന്നു ഇല്ലയോന്ന് എങ്ങനെ അറിയും? നിങ്ങൾക്ക് അത് ഡെയിലി ഗ്രൂപ്പിൽ വരും. നിങ്ങളുടെ അവരവരുടെ ഗ്രൂപ്പിൽ ഇൻകംപ്ലീറ്റ് ഫയൽസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഷെയർ ചെയ്യും. അല്ലാതെ നമുക്ക് ശൂന്യയിൽ അറിയാൻ പറ്റത്തില്ലല്ലോ. ശൂന്യയിൽ അറിയാൻ പറ്റില്ല. ഇനി അതാ ഞാൻ പറഞ്ഞു, മുന്നേ നമുക്ക് 1200 ഫയൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 1200 ഫയൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എത്ര ഫയൽ ഇൻകംപ്ലീറ്റ് ഉണ്ടോ ആ ഫയൽസ് മാത്രമേ നമുക്ക് വരുള്ളൂ. അപ്പൊ റിവ്യൂല് വരുന്ന ഫയൽസിന്റെ കൗണ്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? റിവ്യൂ കൗണ്ട്, ആ കൗണ്ട്സ് ആണ് ഇവിടെ വരുന്നത്. അതായത് അനോട്ടേഷൻ, റിവ്യൂ എന്ന് 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, കണ്ടോ? ഇപ്പൊ B10 28 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. റിവ്യൂനില്ല, അനോട്ടേഷന് ആകെ ഒന്നുണ്ട്. ആ അനോട്ടേഷന്റെ ഒന്ന് അവർ ചെയ്ത് കഴിഞ്ഞാൽ അത് 29 എന്നാവും. അപ്പൊ റിവ്യൂവർക്ക് 1 വരും, 29. അപ്പൊ നമ്മളും ചെയ്ത് കഴിഞ്ഞാൽ 29 ആവും. അതായത് അനോട്ടേഷന് റിവ്യൂ മൈനസ് ചെയ്താൽ എത്ര ഫയൽസ് വരുന്നോ ആ ഫയൽസ് ആണ് നമ്മൾ ചെയ്യാനുള്ള ഫയൽസ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ പുള്ളിയുമ്പോൾ നിങ്ങൾക്ക് ഫയൽസ് ഇനി വരില്ല. അതായത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് അവിടെ ഫയൽസ് പുൾ ചെയ്യാൻ പറ്റില്ല. അത് ബാച്ചസ് ഇവർ ചെയ്ത് വരുമ്പോൾ അതായത് ബാച്ചസിൽ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന അതേ സെയിം തന്നെയാണ്. പക്ഷെ ഓവർ ഫയൽസ് നമുക്ക് പുൾ ചെയ്ത് എവിടെയും വെക്കാൻ പറ്റില്ല. നെക്സ്റ്റ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ അതിന് എക്സിസ്റ്റിംഗ് ടീമിനോട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പഴയ ടീമിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. ടാർഗറ്റ് ആയിട്ടുണ്ടോ ഇപ്പോ? അത് ഈ കാര്യങ്ങൾ ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് എത്ര ടാർഗറ്റ് എന്താണെന്നുള്ളത് ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം. ഇതില് ഇപ്പൊ ഞാൻ കാണിച്ചാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. എങ്ങനെ ചെയ്യണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്നോ ശൂന്യക്കകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക്, അതായത് നമ്മൾ കുറച്ച് ദിവസമായല്ലോ നമ്മൾ വർക്ക് ചെയ്തിട്ട്, പിന്നെ റീസ്റ്റാർട്ട് ചെയ്തല്ലേ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ടില്ല? നമ്മള് സർവത്തിലൂടെ ചെയ്തല്ലോ, അതല്ലാതെ മാനുവലി ടൈപ്പ് അല്ലേ ചെയ്യാ? ഫസ്റ്റ് ചെയ്ത് അതേപോലെ അല്ലേ ഇനി ചെയ്യേണ്ടത്? ആണെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്ത പോലെ ചെയ്യുന്ന മാനുവൽ ആണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ആകുമ്പോൾ നമുക്ക് ഈസിലി ടൈപ്പ് ചെയ്ത് പോകാം. സർവ ആകുമ്പോൾ അതിനകത്ത് കയറ്റി പിന്നെ അത് കേട്ടതിന് ശേഷം അതിനകത്ത് കൊണ്ടുവന്ന് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതെ, അത് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. മാനുവലി ടൈപ്പ് ചെയ്യുന്നത് കുഴപ്പമില്ല. ടാർഗറ്റ് ഡെയിലി റീച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, അല്ല അതർവൈസ് കുഴപ്പമൊന്നുമില്ല. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ എന്താണ് ക്വാളിറ്റീന്റെ ഒരു ഭാഗമായിട്ട്
കണക്കാക്കുമല്ലോ അല്ലേ? ക്വാളിറ്റി മീറ്റിംഗ് എവറി വീക്ക് ഉണ്ടാവും. ക്വാളിറ്റി മീറ്റിംഗ് എവറി വീക്ക് നിങ്ങൾക്ക് ക്വാളിറ്റി മീറ്റിംഗ് ഉണ്ടാവും. റിവ്യൂവേഴ്സ് നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ ഇത് പറഞ്ഞുതരും. ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്വാളിറ്റി റിപ്പോർട്ടും വരും. പക്ഷേ ഈ ക്വാളിറ്റി നിങ്ങൾ റീച്ച് ചെയ്യാത്ത ആൾക്കാർ നമ്മൾ റിമൂവ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഒരു തവണയൊക്കെ നമുക്ക് വാൺ ചെയ്യാം, അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കാം. ചുമ്മാ അവരെ നമ്മൾ എടുത്തു വെച്ചോണ്ടേ ഇരിക്കാൻ പറ്റില്ല. കാരണം കുറെ മലയാളം മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് അസസ്മെന്റ് നോക്കി മലയാളം ഓക്കെയാണ് പറഞ്ഞിട്ട് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇവര് എന്താ പറയുക, അസസ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് പ്രോസസ്സിനകത്ത് വരുമ്പോൾ കറക്റ്റ് ആയി ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. സോ അത് നിങ്ങൾക്ക് ക്വാളിറ്റി റിപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതേപോലെ ക്വാളിറ്റി മീറ്റും റിവ്യൂവേഴ്സ് തരും. റിവ്യൂവേഴ്സ് എന്തൊക്കെയാണോ ഫേസ് ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിലും വെച്ച ഒരു ബുദ്ധിമുട്ടാണ് അത് ചെയ്യുന്നതിൽ മോശമാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ അവരെ റിമൂവ് ചെയ്യല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. സോ ക്വാളിറ്റി മോസ്റ്റ് ഓഫ് ദ പീപ്പിളും ആലോചിച്ച് ചെയ്യുമ്പോൾ തന്നെ വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പൊ പിന്നെ ക്വാളിറ്റി ഇഷ്യൂസ് വരില്ല. കുറച്ച് സമയം എടുത്താലും വൃത്തിയായിട്ട് തന്നെ ഫയൽസ് ചെയ്തു കൊടുക്കുക. ഓക്കെ. തുടക്കത്തിൽ ടാർഗറ്റ് വലിയൊരു പ്രഷർ ഇല്ലാതിരുന്നാൽ കൊള്ളാൻ തോന്നുന്നു. കാരണം ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു കൺസേണിലാണ് ക്വാളിറ്റി പോവാൻ സാധ്യത. ഇല്ല, തുടക്കത്തിൽ ടാർഗറ്റ് ഒന്നും വെക്കുന്നില്ല നമ്മളിവിടെ. അതിനെന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് മീറ്റ് ചെയ്യാതിരിക്കാനും പാടില്ല. ഓക്കെ. ഗ്രാജുവലി ഇത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യണമെന്ന് മാത്രം. ആൻഡ് അതേപോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് ടീമിന് അടുത്തൊരു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് വേറെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവും ലോഗിൻ ടൈം, ലോഗ് ഔട്ട് ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എക്സിസ്റ്റിംഗ് ടീമിനും ഉണ്ട്, നമ്മുടെ ടീമുകൾക്കും ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യുക. ട്രാക്കർ മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യാതെ ഇരിക്കരുത്. ട്രാക്കർ എന്തിനാ അപ്ഡേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്, ലോഗിൻ ടൈം, ലോഗ് ഔട്ട് ടൈം ട്രാക്കർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ലോഗിൻ ലോഗ് ഔട്ട് ടൈം ഒരു മണിക്കൂറിന് വെച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഷീറ്റ്. ഫയൽസ് പറയാതെ ആരും സ്കിപ്പ് ചെയ്യരുത്. ഫയൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇപ്പോൾ. അത്രയും മോശമായ ഫയലാണെങ്കിൽ അത് എന്നെ ഇൻഫോം ചെയ്ത് ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഫയൽസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. റീഡ് ഫയൽ ആണെങ്കിൽ പോലും, റീഡ് ഫയൽസ് പോലും എന്താ പറയാ, നമ്മൾ ഡബിൾ സെഗ്മെന്റേഷൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മിനിറ്റിന്റെ ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ്സ് വെച്ച് ഡബിൾ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഡബിൾ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യണം. ഒരിക്കലും അത് നമ്മൾ എന്താ പറയാ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അത്രയും മോശമായ നമുക്ക് ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് മുന്നേ വന്നിട്ടുണ്ട്, അതായത് ഓഡിയോ ഒട്ടും ക്ലിയർ അല്ലാത്ത ഓഡിയോസ്. അത് മാത്രം ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. അതർവൈസ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ. നെക്സ്റ്റ് തിങ്, ഇത്രയും കാര്യങ്ങളുള്ളത്. ഞാൻ അനോട്ടേറ്റേഴ്സിന് തനിയെ, അതേപോലെ റിവ്യൂവേഴ്സിന് തനിയെ ക്വാളിറ്റി ട്രാക്കേഴ്സ് അയച്ചു തരുന്നതായിരിക്കും. ആ ട്രാക്കേഴ്സ് ഡെയിലി ഫില്ല് ചെയ്ത് വരിക. ഇന്ന് B36 റീഡിൽ ആഡ് ചെയ്യും. കുറെ പേര് അതിനകത്ത് ആഡ് ചെയ്യാം. B37 കുറച്ച് പേരെ ഇതിനകത്ത് ആഡ് ചെയ്യാം. B37 സിരാജ് സാറിന്റെ ടീമിനെയും ജെയ്സന്റെ ടീമിനെയും ഞാൻ ആഡ് ചെയ്യാം. അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയാ, ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യാൻ പറയണം. അത് ചെക്ക് ചെയ്യാതെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവരെല്ലാവരും ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യാൻ പറയാ. ഡ്രാഫ്റ്റ് സേവ് കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെയാണ് അവർ ചെയ്യണമെന്നുള്ള കാര്യം നോക്കിയിട്ടായിരിക്കും അവർ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ റിവ്യൂവർ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അനോട്ടേറ്റേഴ്സിന്റെ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവരെ ക്വാളിറ്റി വരും. പിന്നെ ടൈമിംഗ് ട്രാക്കർ എല്ലാവർക്കും വരും. ടൈമിംഗ് ട്രാക്കർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 9 to 10, ഇപ്പൊ നിങ്ങൾ ലോഗിൻ ടൈം എത്താണോ അത് 9 to 10 ആണെങ്കിൽ 9 to 10 എന്താ ചെയ്ത്, 10 to 11 എന്താ ചെയ്ത്, 11 to 11:15 ഇപ്പൊ നമ്മൾ ബ്രേക്ക് എടുക്കും, ടീ ടൈമോ അങ്ങനെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ ലോഗിൻ ചെയ്യുന്ന ആ സമയം തൊട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഫോർമാറ്റ് പറയണമെന്നേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴാണോ ലോഗിൻ ചെയ്യുന്നത് അത് തൊട്ട് 1 മണിക്കൂർ വെച്ച് നിങ്ങൾ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ എന്താ ചെയ്യണം എന്നുള്ളത് അറിയാനും
എത്ര മിനിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാനും വേണ്ടിയിട്ടാണ് അത് ഒന്ന് ട്രാക്കേഴ്സിൽ നോക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം മസ്റ്റായിട്ടും ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ടീം ലീഡ്സ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ആൾക്കാർ നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ടാർഗറ്റ് എന്താന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ടാർഗറ്റ് ഇപ്പൊ ന്യൂലി വരുന്നവര് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ടാർഗറ്റ് റീച്ച് ചെയ്യാനായിട്ട് നോക്കുക. വളരെ കുറവായിട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. ക്വാളിറ്റി എന്താണോ ഒരു പ്രശ്നം പറയുന്നത് അവിടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നു? നെക്സ്റ്റ് തിങ് ശൂന്യ എന്താന്നുള്ളത് പറഞ്ഞുതരാം. അടുത്തത് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ശൂന്യ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു. ഗൈഡ് ലൈനിൽ ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് ശൂന്യക്കകത്ത് നിങ്ങൾ കയറുന്നതിന് മുന്നേ ഇപ്പൊ നിങ്ങൾ കയറുന്നതിന് മുന്നേ സൈൻ ഇൻ ആയിരിക്കും കാണിക്കുക. അതായത് സൈൻ അപ്പ് ആയിരിക്കും കാണിക്കുക. അതായത് നമ്മളുടെ നാലെണ്ണം വരും. മെയിൽ ID, പാസ്വേഡ്, റീസെറ്റ് പാസ്വേഡ്, അങ്ങനെ ഒരു 4 ഐറ്റംസ് വരും. യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ ഈ ഭാഗത്തായിട്ട് സൈൻ ഇൻ എന്നുണ്ടാവും. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 2 വരും. ഇതിനകത്ത് പോയിട്ട് നിങ്ങളുടെ മെയിൽ ID ആൻഡ് പാസ്വേഡ്, അതായത് നിങ്ങൾക്ക് പേഴ്സണലി തന്നിട്ടുണ്ടാവും. ഓരോരുത്തർക്കും പേഴ്സണലി മെയിൽ ID ആൻഡ് പാസ്വേഡ് ഉണ്ട്. ആ മെയിൽ IDയും പാസ്വേഡും ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് മെയിൽ ID ആൻഡ് പാസ്വേഡ് കൊടുക്കാം. മെയിൽ ID പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ലോഗിൻ ആവും. ലോഗിൻ ആയതിനു ശേഷം ഇപ്പൊ വിദ്യയുടെ എന്ന് പറഞ്ഞാൽ വിദ്യ എക്സിസ്റ്റിംഗ് ടീമാണ്. ആള് ഒരു 1-2 വർഷമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ആളൊരു ഇത്രയും ബാച്ചസിൽ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആളൊരു 46 ബാച്ചസിൽ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാച്ചസ് എല്ലാം ആള് വർക്ക് ചെയ്ത ബാച്ചാണ്. ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ഏതാണോ ആഡ് ചെയ്ത് ആ ബാച്ച് നിങ്ങൾക്ക് വിസിബിൾ ആവും. ഇതുപോലെ വിസിബിൾ ആവും. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് വ്യൂ ചെയ്യാം. വ്യൂ ചെയ്ത് ഇപ്പൊ വ്യൂ എന്ന് കൊടുക്കുക. ഇവിടെ പോയിട്ട് ജസ്റ്റ് വ്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇതിനകത്ത് 890 ഫയല് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് 890 ഫയല് അനോട്ടേഷൻ കാണിക്കുന്നുണ്ട്. ഇതാള് പുള്ളി ചെയ്ത് വെച്ച ഫയലാണ്. അതായത് ചെയ്യാനായിട്ട് പുള്ളി ചെയ്ത് വെച്ചേക്കുന്ന ഫയൽസ് ആണിത്. അപ്പൊ ഇതിനകത്ത് ആള് ചെയ്യാൻ വേണ്ടി അൺലേബിൾഡിൽ കിടക്കുന്ന ഫയലാണിത്. ഇപ്പൊ നിങ്ങൾക്ക് അൺലേബിൾഡ് ഇതുണ്ടോ? അൺലേബിൾഡ്, സ്കിപ്പ്ഡ്, ഡ്രാഫ്റ്റ്, ലേബിൾഡ്, ടു ബി റിവൈസ്, ഇങ്ങനെ 5 ഓപ്ഷൻസ് ഉണ്ടാവും. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിനെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രാഫ്റ്റിൽ ഉണ്ടാവും. ഡ്രാഫ്റ്റ് കൊടുത്ത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടെങ്കിൽ ഫയൽ ഉണ്ടെങ്കിൽ ഇവിടെ വിസിബിൾ ആവും. ഇല്ലെങ്കിൽ നോ റെക്കോർഡ്സ്. ഇപ്പോൾ ഒരു ഫയൽ ഞാൻ കാണിച്ചു തരാം. ഡ്രാഫ്റ്റിൽ ഇട്ട് കാണിച്ചു തരാം. ഇപ്പൊ അൺലേബിളുള്ള ഒരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. ഇതുണ്ടോ? ഇവിടെ ഡ്രാഫ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അവിടെ എവിടെയെങ്കിലും ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രാഫ്റ്റില്
ഡ്രാഫ്റ്റിലിടാം. ആൻഡ് സെക്കൻഡ് തിങ്, ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഓഡിയോക്കകത്ത് ഇത് ഈ ഇംഗ്ലീഷിൽ വേർഡിൽ വരുന്നത് അവർക്ക് ഓൾറെഡി വായിക്കാൻ വേണ്ടി കൊടുക്കുന്ന കണ്ടന്റ് നിങ്ങൾക്ക് റീഡ് ഫയൽസിൽ ടൈപ്പ് ചെയ്ത് വരും. അതായത് റീഡ് ഫയൽസിൽ മാത്രം അവർക്ക് വായിക്കാൻ കൊടുക്കുന്ന കണ്ടന്റ് ഓട്ടോമാറ്റിക് ആയിട്ടും എന്താ പറയാ ആ കണ്ടന്റ് വരും, നിങ്ങൾക്ക് വരും. അതായത് അത് ഇതിൽ തന്നെ ടൈപ്പ് ചെയ്ത് വരും. ഇതിനകത്ത് വരുന്ന ഈ വേർഡ്സുകളെല്ലാം നമ്മൾ മാറ്റണം. ഈ വേർഡ്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് മാറ്റണം. മാറ്റിയിട്ട് അവരെന്താ ഒന്ന് അവർ പറയുന്നത് കേട്ടിട്ട് വേണം മാറ്റാനേ. EMI സ്മാർട്ട് TV 4A വാങ്ങാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. ഇതിൽ അജിയോയിൽ സ്റ്റോക്കിലാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. EMI സ്മാർട്ട് TV 4A വാങ്ങാൻ എനിക്ക് താൽപ്പര്യം. അതായത് EMI അല്ല, EMI സ്മാർട്ട് TV. EMIയിലെ സ്മാർട്ട് TV 4A വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് അജിയോയിൽ സ്റ്റോക്കിലാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമോ? ഇതാണ് ആള് വായിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആള് വായിക്കുന്നതിൽ ഇപ്പൊ പറഞ്ഞ രണ്ട് ഇതും ഇല്ല. അതായത് അത് അത് അവർക്ക് അറിയാൻ വേണ്ടി, അതായത് മലയാളത്തിൽ എഴുതുന്ന കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്താ പറയാ ഇംഗ്ലീഷിലും കൊടുക്കുന്നത്. അപ്പോൾ അവർ ഇംഗ്ലീഷിലാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക, മലയാളം മാറ്റുക. അല്ല മലയാളത്തിലാണ് പറയണമെന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് വേർഡ് മാറ്റുക. അവരെന്താണോ പറഞ്ഞത് അത് ടൈപ്പ് ചെയ്യണം. അപ്പൊ 4A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4A എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. അതേപോലെ നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾ യൂസ് ചെയ്യാം. ഗൂഗിൾ ഇൻപുട്ട് ടൂൾ എന്നൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്കത് എക്സ്റ്റൻഷൻ ആണത്. അത് നിങ്ങളവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യുക. അതാണ് നല്ലത്. കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത് അതാണ്. 4 ഉണ്ടോ, നമുക്ക് ആ ഓപ്ഷൻ ഇവിടെ വരും. സോ 4A വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് അജിയോയിൽ സ്റ്റോക്കിലാണോ? അജിയോയിൽ ഇതിൽ അജിയോയിൽ സ്റ്റോക്കിലാണോ എന്ന്. EMI സ്മാർട്ട് TV 4A വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതിൽ അജിയോയിൽ സ്റ്റോക്കിലാണോ എന്ന്. ഇത് അജിയോയിൽ തന്നെ, ഇതിൽ അജിയോയിൽ. സോ ഇതിൽ നിന്നും അജിയോയിൽ നിന്നും നമ്മൾ ടൈപ്പ് ചെയ്യണം. ആൻഡ് സ്റ്റോക്കിലാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമോ ഈസ് എ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് റീഡ് ഫയൽസിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്താ ചോദിച്ചാൽ ഓരോ ഫയൽസിലും Ctrl F എടുത്ത് ഫൈൻഡ് ചെയ്യുക, സ്പേസ് ഡബിൾ സ്പേസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അത് ഫൈൻഡ് ചെയ്ത് അത് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇതും നിങ്ങളുടെ വർക്കാണ്, എഡിറ്റേഴ്സിന്റെ വർക്കാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു സ്പേസ് കൊടുക്കാന്ന് വെക്കുക, എക്സ്ട്രാ സ്പേസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കോളൂ. Ctrl F കൊടുത്തിട്ട് ഡബിൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ ആ സംഭവം ഉള്ളത് അത് കാണിച്ചു തരും. അതായത് ഡബിൾ സ്പേസ് എവിടെയാണോ ഉള്ളത് അത് അവിടെ കാണിച്ചു തരും. കാണുന്നുണ്ടോ? അത് സ്പെഷ്യലി കാണിച്ചു തരുന്നുണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അത് നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്താ വെച്ചാൽ ഈ ലാസ്റ്റില് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ ചിലപ്പോൾ ഓട്ടോ സ്പേസ് സിസ്റ്റം കൊടുക്കും. അതായത് സിസ്റ്റം ഓട്ടോ സ്പേസ് കൊടുത്തു പോകും. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ വേർഡ്സ് കഴിഞ്ഞാലും ഓട്ടോ സ്പേസ് സിസ്റ്റം കൊടുക്കും. സോ ഓരോ വേർഡ്സിന്റെ ഇടയിലും ഓരോ സ്പേസ് വേണം. അതേപോലെ ഈ ലാസ്റ്റിലുള്ള സ്പേസ് നമ്മൾ ക്ലോസ് ചെയ്യണം. അതായത് ഏറ്റവും ലാസ്റ്റ് ഈ സെഗ്മെന്റിനകത്ത് ലാസ്റ്റ് വേർഡിന്റെ താഴെ വരുന്ന ഈ സ്പേസ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇതൊരു കാര്യം. പിന്നെ ഇത് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. ഇനി ഇത് നമ്മൾ മുഴുവനായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഡ്രാഫ്റ്റ് ചെയ്യാന്ന് വെക്കാം. നിങ്ങൾക്ക് പരിശോധിക്കാം. EMI സ്മാർട്ട് TV 4A വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതിൽ അജിയോയിൽ സ്റ്റോക്കിലാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. EMI സ്മാർട്ട് TV 4A വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതിൽ അജിയോയിൽ സ്റ്റോക്കിലാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇത് ഡ്രാഫ്റ്റിൽ ഞാൻ സേവ് ചെയ്തു. ടാസ്ക് സേവ്ഡ് ആസ് ഡ്രാഫ്റ്റ്. അതായത് ഞാൻ ഇത് മുഴുവനായിട്ട് തീർത്തിട്ടില്ല. സോ എനിക്ക് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യണം. ഞാൻ സേവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് തിങ് ഞാൻ ഇത് പോയിട്ട് എനിക്ക് പിന്നീട് ഞാൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇതിന്ന് ഡ്രാഫ്റ്റിൽ നിന്ന് വേണം അത് എടുക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഡ്രാഫ്റ്റിൽ ഇപ്പൊ ഫയൽ ഉണ്ട്, കാണുന്നുണ്ടോ?
ഇങ്ങനെയാണ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്. സ്കിപ്പ്ഡ് ഫയല് സ്കിപ്പ്ഡിൽ ഉണ്ടാവും. സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇനി മുതൽ ഫയല് സ്കിപ്പ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയല് സ്കിപ്പ്ഡിൽ ഉണ്ടാവും. ആൻഡ് ടു ബി റിവൈസ്ഡ്. ടു ബി റിവൈസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂവേഴ്സ് റിവൈസ് ചെയ്യും. അതായത് ചെയ്ത ഫയൽ ഒട്ടും നല്ലതല്ല, വളരെ മോശമാണ്, അത് ഇനിയും അതിനകത്ത് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചിലപ്പോൾ സെന്റൻസ് എഴുതിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ടാഗുകൾ കൊടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെ അതർ ഇഷ്യൂസ് എന്ത് ഇഷ്യൂസ് വന്നാലും അവർ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യും. അവർക്ക് അത് റിവൈസ് ചെയ്യാനുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവരത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടു ബി റിവൈസിലായിരിക്കും വന്ന് എടുക്കുക. അതായത് അവർ പറയും, ഇൻഫോം ചെയ്യും, ഇന്ന ആളുടെ ഇന്ന ഐഡിയിലുള്ള, അതായത് നിങ്ങൾ ഒരു ഫയൽ എടുക്കുമ്പോൾ നിങ്ങളുടെ ഐ ഡി അവർക്ക് അവിടെ വിസിബിൾ ആവും. അതായത് നിങ്ങൾക്കാണ് ഈ ഫയൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിദ്യയുടെ ഫയല് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിവ്യൂവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് ഐ ഡി കാണിക്കുന്ന പോലെ അവർക്ക് അനറ്റേറ്റർ ഐ ഡി കാണിക്കുന്ന പോലെ അവർക്ക് അവിടെ റിവ്യൂവേഴ്സിന്റെ ആരാണോ ചെയ്ത അനറ്റേറ്റർ ഐ ഡിയും കാണിക്കും, റിവ്യൂവർ ആരാണോ അവരുടെ ഐ ഡിയും കാണിക്കും. സോ നിങ്ങളുടെ ഫയലാണ് ഇന്ന ആളുടെ ഫയല് ഇത്രയും മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ആ ഫയല് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. ടു ബി റിവൈസിൽ ഉണ്ടാവും, അത് കറക്റ്റ് ചെയ്ത് അവർക്ക് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എൻ്റെ ഡെലിവറി വിലാസം അപ്ഡേറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കുമോ? എൻ്റെ ഉപഭോക്താവ് ഐ ഡി 964545894377 ആണ്. അത് 7890 സിഡർ റോഡ്, ചെന്നൈ, തമിഴ്നാട്. പിൻകോഡ് 600001. ലോക്ക് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആള് പറഞ്ഞത് കുറേ നമ്പേഴ്സ് ആണ്. സോ ഈ നമ്പേഴ്സ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യണം. ഒന്ന്. രണ്ടാമത് ആളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ട്. പെർസിസ്റ്റന്റ് നോയ്സ് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പെർസിസ്റ്റന്റ് നോയ്സ് കേൾക്കുന്നു. അപ്പൊ ഞാൻ ടാഗ് കൊടുക്കണം. പെർസിസ്റ്റന്റ് നോയ്സിന്റെ ടാഗ് എങ്ങനെ എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റും $സിംബലും 3 തവണ അമർത്തി കഴിഞ്ഞാൽ സെലക്ട് ടാഗ് എന്നൊരു ഓപ്ഷൻ വരും. ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ TV, ആനിമൽ, ബേബി ക്രൈ, അങ്ങനെ കുറേ ടാഗ്സ് ഉണ്ട്. ഒരു 86 ടാഗോളം ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പെർസിസ്റ്റന്റ് നോയ്സ് ഉണ്ട് എന്നുള്ള കാര്യം. പെർസിസ്റ്റന്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ത്രൂ ഔട്ട് ഓഡിയോക്കകത്തും വരുന്ന നോയ്സിനെയാണ് പെർസിസ്റ്റന്റ് നോയ്സ് എന്ന് പറയാം. അത് ചിലപ്പോൾ ചീവീടിന്റെ സൗണ്ട് ആവാം, കാറ്റിന്റെ സൗണ്ട് ആവാം, ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ സംസാരിക്കുകയാണ് ത്രൂ ഔട്ട് എന്നുണ്ടെങ്കിൽ അതാവാം. അങ്ങനെ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സസ് വരുന്നുണ്ടെങ്കിലും അത് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെർസിസ്റ്റന്റ് നോയ്സ് സ്റ്റാർട്ടും. അതിപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇത് ടൈപ്പ് ചെയ്തു. ആൻഡ് ഇതിന്റെ എൻഡിൽ പെർസിസ്റ്റന്റ് നോയ്സ് എൻഡ് എന്നും കൊടുക്കണം. ഒരേ സെഗ്മെന്റിനകത്ത് തന്നെ രണ്ടും കൊടുക്കണം. പെർസിസ്റ്റന്റ് നോയ്സ് സ്റ്റാർട്ടും പെർസിസ്റ്റന്റ് നോയ്സ് എൻഡും കൊടുക്കണം. അതായത് പെർസിസ്റ്റന്റ് നോയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓഡിയോക്കകത്ത്, അതായത് ഈ ഓഡിയോക്കകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതേ സെഗ്മെന്റിനകത്ത് ഒരു സംസാരിച്ച് തീർന്നതിന് ശേഷം ചിലപ്പോൾ ഇവിടെ ഈ സെഗ്മെന്റ് അവസാനിക്കുന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് എവിടെയാണോ അത് അവർ പറഞ്ഞു നിർത്തുന്നത്, ഈ അറ്റം നിർത്തുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യല്ലോ, അതിനുശേഷം പെർസിസ്റ്റന്റ് നോയ്സ് എൻഡ് കൊടുക്കണം. ഓരോ സെഗ്മെന്റ്സിലും ഇത് കൊടുക്കണം. ഫസ്റ്റ് സെഗ്മെന്റിൽ ഉണ്ടെങ്കിൽ അതിലും കൊടുക്കണം, സെക്കൻഡ് സെഗ്മെന്റിൽ ഉണ്ടെങ്കിൽ അതിലും കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഷിഫ്റ്റും $സിംബലും ഒന്ന് നോട്ട് ചെയ്തോളൂ. ഷിഫ്റ്റ് ആൻഡ് $സിംബൽ ആണ് ടാഗ് കൊടുക്കാനുള്ള കീ. ഓക്കെ. ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ടാഗ്സ് ഉണ്ട്. ഇതിൽ എന്താണോ കേൾക്കുന്ന ടാഗ് ആ ടാഗ് കൊടുക്കാം. നോയ്സ് ആയിരിക്കാം, നോസ് ബ്ലോയിങ്, മൂക്കുറിഞ്ഞുന്ന സൗണ്ട്, നോസ് ബ്ലോയിങ്, ഫോൺ റിങ്ങിങ്, ഫോൺ വൈബ്രേറ്റിംഗ്, അതായത് ചിലപ്പോൾ വായിക്കുമ്പോൾ കോള് വരാം, അല്ലെങ്കിൽ ഫോൺ വൈബ്രേറ്റ് ആവാം, അങ്ങനെയുള്ള ഈ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. സിംഗിങ്, ബാക്ക്ഗ്രൗണ്ടിൽ സിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ ത്രൂ ഔട്ട് സിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ പെർസിസ്റ്റന്റ് നോയ്സ് കൊടുത്താൽ മതി. പക്ഷെ ഇടയിൽ പാട്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിങ് കൊടുക്കാം. സ്നീസിങ്, അങ്ങനെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് അറിയാത്തതോ അറിയാൻ പാടില്ലാത്തതോ ആയിട്ടുള്ള കുറെ ടാഗ്സ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ അൺഇന്റലിജിബിൾ ടാഗ്. അൺഇന്റലിജിബിൾ എന്തിനാ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡ്, അതായത് ആ സെന്റൻസിനകത്ത് ആ വേർഡ് എത്ര കേട്ടിട്ട് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫയലിലൊക്കെ ഒന്നേ പാടുള്ളൂ, അതിൽ കൂടുതൽ നിങ്ങൾ അൺഇന്റലിജിബിൾ കൊടുക്കാൻ പാടില്ല. അൺഇന്റലിജിബിൾ എന്ന് പറഞ്ഞാൽ ആ വേർഡ് നിങ്ങൾക്ക് എത്ര കേട്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള വേർഡിനെയാണ് നമ്മൾ അൺഇന്റലിജിബിൾ എന്നുള്ള ടാഗ് കൊടുക്കുക. അതർവൈസ് അൺഇന്റലിജിബിൾ ടാഗ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല.
ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സംഭവം റിവ്യൂവർക്ക് സൂപ്പറായിട്ട് കേൾക്കും. അപ്പൊ അവർ പറയും ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് കേട്ടുകൂടാ. സോ അത് അത്രയും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, ഒട്ടും കേൾക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം അൺഇന്റലിജിബിൾ ടാഗ് കൊടുക്കുക. ഓക്കെ, ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വെയിറ്റ് ചെയ്ത് ഇരുന്ന് പിന്നെയും ഇത് കാര്യം വഷളാക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാം ഒരു ഓക്കെ. ഡൗട്ട്, ഈ അൺഇന്റലിജിബിൾ പറഞ്ഞപ്പം ചിലപ്പം ഒരുപക്ഷെ ഞാൻ കേട്ടത് വേറൊരു സൗണ്ടാണ്, അതിന്റെ ഒരു ടാഗ് വേണേ എനിക്ക് ആഡ് ചെയ്യാമോ? അത് തെറ്റാണേൽ പോലും ഞാൻ കേട്ടതിന്റെ രീതിയിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? അതായത് അൺഇന്റലിജിബിൾ എന്ന് പറയുന്നത് കേൾക്കാത്ത വേർഡിന് കൊടുക്കുന്ന സംഭവമാണ്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം കറക്റ്റ് ആയിട്ട് അത് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസുകളാണല്ലോ അത്. അപ്പം ഒരുപക്ഷെ റിവ്യൂവറിന് പ്രോപ്പറായിട്ട് കേൾക്കാം, എനിക്കത് അത്ര ക്ലാരിറ്റിയോടെ കേൾക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കേട്ട ഒരു ഇത് ഞാനവിടെ ആഡ് ചെയ്താൽ ഓക്കെ ആണോ? അത് എററിലായി കൺസിഡർ ചെയ്യുമോ? അതോ കുഴപ്പമില്ല, ആ വേർഡ് തെറ്റാൻ പാടില്ല. തെറ്റിയ ഒരു വേർഡ് ആയിരിക്കരുത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് ഒരു ഓൾമോസ്റ്റ് അതിനുമായിട്ട് ബന്ധമുള്ള വേർഡ് ആണെങ്കിൽ കൂടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേർഡൊക്കെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റുന്നത് റിവ്യൂവറുടെ വർക്കാണ്. അപ്പൊ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതല്ല അവരുടെ ജോലി. നിങ്ങൾ ചെയ്യുന്ന ജോലി ഇപ്പോൾ 88% or 90% നിങ്ങൾ കൊടുത്താൽ 95%ലേക്ക് ആക്കി കൊടുക്കണം. മാത്രമേ അവർക്ക് ജോലിയുള്ളൂ. അല്ലാതെ ആ ഫയൽ മുഴുവൻ അവരിരുന്ന് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ലല്ലോ. സോ നിങ്ങൾക്ക് കേൾക്കുന്നില്ല അതിനകത്ത് ടൈപ്പ് ചെയ്യരുത്. എന്താണോ ആദ്യം ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ഫയൽ എടുക്കുമ്പോൾ ആ ഫയൽ എന്ത് ക്വസ്റ്റ്യൻ ആണ്, അതായത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ വിസിബിൾ ആവും. ഇതുണ്ടോ, ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് അവരോട് പറയാൻ പോണത്, ഈ ഫയലിൽ പറയാൻ പോണത്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകുന്ന രീതിയിൽ എങ്ങനെ മാറ്റിമറിച്ചു? ഓക്കെ, ആളുകളെ കൂടുതൽ അടുക്കാൻ സോഷ്യൽ മീഡിയ സഹായിച്ചതായി നിങ്ങൾ കരുതുന്നുണ്ടോ? സോഷ്യൽ മീഡിയയുടെ ചില പ്രതികൂല ഫലങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇത് ആ വ്യക്തിയോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, മീഡിയകളെ കുറിച്ച്, സോഷ്യൽ മീഡിയാസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ സാങ്കേതിക വിദ്യകളെ കുറിച്ചിട്ടോ ഉള്ള കാര്യങ്ങളായിരിക്കും ആ വ്യക്തി പറയാൻ പോണത്. അതായത് ഫോൺ കൊണ്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ TV കൊണ്ടുള്ള ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓർ സിസ്റ്റം ഓർ ഓൺലൈൻ 5G വരയ്ക്ക് വന്നു അതിന്റെ ഉപയോഗമായിരിക്കാം. ആ വ്യക്തി പറയുന്നതല്ല, ഇതിനെ കുറിച്ച് ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും. അതായത് ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും. സോ ദാറ്റ് അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചതിന് ശേഷം ഇതിനകത്ത് പോയിട്ട് ഓഡിയോ കേൾക്കുക. ആദ്യം ഓഡിയോ കേട്ട് ദയവ് ചെയ്ത് പഠിക്കും. ഓഡിയോ കേട്ടാലേ നിങ്ങൾക്ക് എന്താ കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓഡിയോ കേട്ടതിന് ശേഷം മാത്രം ടൈപ്പിങ്ങിന് ഇറങ്ങിയാൽ മതി. എടുത്ത ഉടനെ ടൈപ്പിങ്ങിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. അവരെന്തൊക്കെയോ പറയുന്നത്, ഞാൻ എന്തൊക്കെയോ ടൈപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഫയലിനകത്ത് നമുക്ക് ഒരു 21 ടാസ്ക് ഉണ്ട്. അതായത് 21 സെഗ്മെന്റ് ഉണ്ട് ഈ ഫയലിനകത്ത്. 21 സെഗ്മെന്റ് ഉണ്ട്. ഈ 21 സെഗ്മെന്റ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ ആവും. എത്ര സെഗ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഇവിടെ വിസിബിൾ ആവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഓഡിയോ ഡ്യൂറേഷൻ ഇവിടെ വിസിബിൾ ആവും. എനിക്ക് ലോഡ് ആവുന്നതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ വിസിബിൾ ആവും. ഓഡിയോ ഡ്യൂറേഷൻ എത്രയാന്നുള്ളത് ഇവിടെ വിസിബിൾ ആവും സെക്കൻഡിൽ. ആൻഡ് തേർഡ് തിങ്, നിങ്ങൾക്ക് സ്പീഡ് ഇവിടെ കുറയ്ക്കാം. ഓഡിയോ സ്പീഡ് ഇവിടെ കുറയ്ക്കാം. അങ്ങനെ 2.5 വരയ്ക്കും ഉണ്ട് നമുക്ക്. 2 വരയ്ക്കും ഉണ്ട്. 2 സ്പീഡ് വരയ്ക്കും ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വരാം. 1ലായിരിക്കും നിൽക്കുക നോർമലി. ഇതിൽ കുറച്ച് കേൾക്കാം, അല്ലെങ്കിൽ കൂട്ടി കേൾക്കാം. ഓക്കെ, ആ സ്പീഡ്, പ്ലേബാക്ക് സ്പീഡ് ഇവിടെയുണ്ട്. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് സ്പീഡ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ 0.5 വെച്ചു. 3 മിനിറ്റ് ഉണ്ട് ഈ ഓഡിയോ. 3 മിനിറ്റ് 57 സെക്കൻഡ് ആണ് ഈ ഓഡിയോ ഉള്ളത്. ജസ്റ്റ് കേൾക്കുക. ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞൊരു TV ഷോ, അത് ഫോൺ റിംഗ് ആയി. സോ നമ്മൾ ഫോൺ റിംഗിങ് ടാഗ് അവിടെ കൊടുക്കണം. അവിടെ ആള് സംസാരിക്കവേ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ്. കാണപ്പെടുന്നത് മറ്റ് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ അല്ല, മോസ്റ്റ്ലി അമേരിക്കൻ ടെലിവിഷൻ ഷോയിലൊക്കെയാണ് ഇത് മെയിനായിട്ട് ഓടുന്നത്.
ഷാർക്ക് ടാങ്ക് നമ്മുടെ ഇന്ത്യയിലുണ്ട്. നമ്മുടെ മെയിൻലി മറ്റേ നോർത്തിലോട്ട് പോകണമെങ്കിൽ ആ ഒരു സൈഡിലോട്ട് ഈ സംഭവമുണ്ട്. ഈ ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഈ ടി വി ഷോ എന്താണെന്ന് വെച്ചാൽ വേരിയേഷൻ വരുന്ന അറിയുന്നുണ്ടോ? ഇതിന്റെ വേരിയേഷൻ വരുന്ന അറിയുന്നുണ്ടോ? ഓരോ ആൾക്കാർ അവരുടേതായ ഒരു ഐഡിയകൾ, അതായത് ബിസിനസ് ഐഡിയാസുമായിട്ട് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ആയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യും. അപ്പം ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ഈ ജഡ്ജസിന് ഇത് വേരിയേഷൻ ഞാൻ അറിയുന്നുണ്ടോ? പറയുന്നത്, അതായത് എനിക്ക് വേരിയേഷൻ മനസ്സിലാവുന്ന അറിയുന്നുണ്ടോ? രീതിയിൽ അത് പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല, എന്താണ്? വേരിയേഷൻ അറിയുന്നുണ്ടോ ചോദിക്കാം. സ്പീഡ് മാറ്റുന്ന അറിയുന്നുണ്ടോ ചോദിക്കാം. ഇതിൽ ആദ്യം ഞാൻ വെച്ചു 7.5 വെച്ചു, അല്ല 0.75 വെച്ചു, ആൻഡ് 1 വെച്ചു, ആൻഡ് 1.25 വെച്ചു. അങ്ങനെ 3 വേരിയേഷൻ ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ 3 വേരിയേഷനും ചെറിയ ചെറിയ വേരിയേഷനിലും കൂടുതലും കുറയലും ആണ് ഉണ്ടാവുക. ആൻഡ് ഡ്യൂറേഷൻ നിങ്ങൾ ഇവിടെ നോക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ട്സ്, നിങ്ങൾക്ക് ഡെയിലി റിപ്പോർട്ട്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനറ്റേറ്റേഴ്സ് ആണ്. നിങ്ങൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന മെയില് ഇപ്പൊ നമ്മൾ നാളെയാ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെക്കാം. ഇപ്പൊ ഞാൻ എന്താ പറയാ, ആളിപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ആളുടെ എടുക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ മാത്രം ഞാൻ എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഡ്യൂറേഷന്റെ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. അതായത് ഇത് എന്തുകൊണ്ടാണ് ഈ സംഭവം പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടാർഗറ്റ് എത്ര മിനിറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് നോക്കാനുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഞാൻ ആളുടെ എക്സ്റ്റംബറിൽ 3 ഫയൽ പുൾ ചെയ്തു, പക്ഷെ ആളെ എക്സ്റ്റംബറിൽ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ. അതുകൊണ്ട് ഇവിടെ ഡ്യൂറേഷൻ കാണിക്കാത്തതാണ്. ഇവിടെയാണ് ഡ്യൂറേഷൻ കാണിക്കുക. സെഗ്മെന്റേഷൻ ഡ്യൂറേഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ സെഗ്മെന്റേഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണോ നിങ്ങൾക്ക് ടാർഗറ്റ് തന്നിട്ടുള്ള ആ ടാർഗറ്റ് ഇവിടെ കാണിക്കും. നിങ്ങൾ നോക്കി വേണം ലോഗ് ഔട്ട് ചെയ്യാനായിട്ട്, അതായത് വർക്ക് നിർത്താനായിട്ട്. അതുവരെയ്ക്കും നിങ്ങൾ ടാർഗറ്റ് മസ്റ്റ് ആയിട്ടും റീച്ച് ചെയ്യണം. അപ്പോൾ ടാർഗറ്റ് റീച്ച് ചെയ്യാൻ നമുക്ക് എത്ര സമയം എടുക്കും എന്നുള്ളതും നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാൻ പറ്റും. അതായത് നിങ്ങൾ ചെയ്യുന്ന സമയവും നിങ്ങളുടെ ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും എത്ര മിനിറ്റ് ആയിട്ടുണ്ട്, എത്ര മിനിറ്റ് ചെയ്യണമെന്നുള്ളതും നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. റിപ്പോർട്ട്സിൽ പോയിട്ട് ഡേറ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. പിക്ക് ദ ഡേറ്റ് ആൻഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡേറ്റിൽ നിങ്ങൾ എത്ര സമയം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ. അതേപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആണ്. മിനിറ്റ്സ് സെക്കൻഡ്സിൽ ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ ആണ്. മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആവും. ഈ സ്ഥലത്ത് വിസിബിൾ ആവും. എത്ര മിനിറ്റ്സിന്റെ ഓഡിയോ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആവും. ഓക്കെ. ഇത് സെയിം തിങ് തന്നെയാണ് കോൺവെർസേഷൻ ഫയൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആകെ 1-2 പേരെ എന്താ പറയാ തമ്പിടലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയലോ ചോദിക്കലോ ഉള്ളൂ. ബാക്കി ആരും ഇതിനകത്ത് ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ഫീൽ ഫ്രീ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ, പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ശബ്ദം. സ്മിത എനിക്ക് ചോദിക്കുന്നുണ്ട്. പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ശബ്ദം ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എന്തു ചെയ്യും? ഉദാഹരണം, പക്ഷി ചിലയ്ക്കുന്ന പോലെ ശബ്ദം കേട്ട് ഇരിക്കട്ടെ. അത് ചിലപ്പോൾ ഒരു കാളിംഗ് ബെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ പക്ഷി ശബ്ദം എന്ന് ടൈപ്പ് ചെയ്താൽ തെറ്റാവില്ല. അത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ടാഗ് കൊടുക്കാനായിട്ട്. നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ബ്രാക്കറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. നോർമലി ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളി ഒന്നും ഒരു സംഭവം വരില്ല. ഒന്ന് കണ്ടന്റ് മനസ്സിലാക്കി ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡൗട്ട്ഫുള്ളി വരില്ല. അവരെന്താ പറയാൻ പറ്റുന്ന എന്നുള്ള മീനിങ് നമുക്ക് കണ്ടന്റ് മനസ്സിലായാലേ അറിയാൻ പറ്റും. അതായത് ക്വസ്റ്റ്യൻ വായിച്ചാൽ കണ്ടന്റ് ഒരു തവണ നമ്മൾ, അതായത് ഈ ഓഡിയോ ഒരു തവണ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ കണ്ടന്റ് എന്താന്നുള്ളത് നമുക്ക് നോർമലി മനസ്സിലാവില്ലേ. നമ്മളൊരു പത്രം വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ പത്രം വായിച്ചതും നമുക്ക് അവരെന്താ ഉദ്ദേശിച്ചത്, ആ പത്രത്തിനകത്ത് എന്താണ് ഒരു ന്യൂസ് തരേണ്ടത്, തന്നിട്ടുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിനിലേക്ക് അത് കണക്ട് ആവും. ഓക്കെ, ഇതാണ് ഈ പത്രത്തിനകത്ത് ഈ പാരഗ്രാഫിനകത്ത് ഈ സംഭവമാണ് പറഞ്ഞതെന്നുള്ളത് നമുക്കത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കി എടുക്കുന്നു, അത് തന്നെയാണ് ഇതും. പ്രോപ്പറായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടന്റ് എന്താന്ന് മനസ്സിലായാൽ അവർ എന്ത് പറയാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമുക്ക് നോർമലായിട്ട് നമുക്കത് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം തന്നെ, ഞാൻ എന്താ പറയണെന്നുള്ള കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ അടുത്ത് എന്തായിരിക്കും പറയാന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ.
സെയിം തിങ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. നമ്മൾ എന്താണോ കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കണ്ടന്റിനുള്ള ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളത് ഞാൻ ചെയ്തതിൽ വെച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ശൂന്യ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് സെഗ്മെന്റേഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്, ടാഗ് അവർ തരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ടാഗ്സ് ഒക്കെ മോസ്റ്റ്ലി നമ്മൾ എവിടെയെങ്കിലും, അതായത് ഒന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടാബിനകത്ത് കാണിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതർ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ടാഗ്സ് എല്ലാം ഇതിനകത്ത് തന്നെ നമുക്കുണ്ട്. പിന്നെ സ്പീക്കർ നിങ്ങൾ ആരും സെലക്ട് ചെയ്യേണ്ട, ഓൾറെഡി ഇവിടെ സ്പീക്കർ സെലക്ടഡ് ആയിരിക്കും. ഇപ്പം മെയിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് എം എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ സെക്കൻഡ് ഫീമെയിൽ ആണെങ്കിൽ, അതായത് സെക്കൻഡ് വൺ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എഫ് എന്ന് വരും. ഓക്കെ, ഈ അതർ എന്നുള്ളത് യു എന്നുള്ളത് എന്തിനാ കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് അറിയാൻ പറ്റാത്തൊരു പേഴ്സൺ ആണെങ്കിൽ അതിനാണ് നമ്മൾ യു കൊടുക്കുക. പക്ഷെ മോസ്റ്റ്ലി യു എന്നുള്ള സംഭവം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ സ്പീക്കർ ഒന്നും സെലക്ട് ചെയ്യേണ്ട, ഓൾറെഡി സ്പീക്കർ സെലക്ടഡ് ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി. സ്പീക്കർ എം തന്നെയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഓരോ തവണ ടൈപ്പ് ചെയ്യുമ്പോഴും ഓരോ സെഗ്മെന്റ് ടൈപ്പ് ചെയ്യുമ്പോഴും ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എമ്മിലാണ്. ഓക്കെ, അത് ഒരു വെരിഫിക്കേഷന് വേണ്ടി മാത്രം. അതർവൈസ് നിങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലാവുന്നത് ഒരിക്കലും റോങ് ആവില്ല. അതിലെന്തെങ്കിലും റോങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യണം അല്ലേ? റോങ് ആയിട്ട് മോസ്റ്റ്ലി വരാണെന്നുണ്ടെങ്കിൽ അത് മുന്നേ ഉണ്ടായിരുന്നു. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോർഡിനേറ്റർ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നവർക്ക് വരും. അപ്പൊ ഈ കോർഡിനേറ്റർ ക്വസ്റ്റ്യൻ ഇവർ പറയുന്ന സമയത്ത് കോർഡിനേറ്റർ ക്വസ്റ്റ്യൻ ചോദിക്കും, പാർട്ടിസിപ്പന്റ് ആൻസർ ചെയ്യും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഈ കോർഡിനേറ്റർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി അതർ ആണല്ലോ, വേറൊരു പേഴ്സൺ ആണല്ലോ. സോ ആ വ്യക്തിയെ നമ്മൾ യുയിലിട്ട് എടുക്കും. അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അത്. പക്ഷെ ഇപ്പൊ കോർഡിനേറ്റർ ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി വരുന്നില്ല, അതുകൊണ്ട് ഇപ്പൊ വരാൻ സാധ്യതയോ ഇല്ല. വന്നാൽ ഇൻഫോം ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ്, ഇനിയിപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാരൊക്കെ ദയവ് ചെയ്ത് ഫയൽസ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്യുക. റീഡ് ഫയൽസ് ആയിരിക്കും ആദ്യം തരിക. ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഗായത്രി ചേച്ചി നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്കുള്ള ഫീഡ്ബാക്സ് തരും. അതായത് റിവ്യൂവേഴ്സും ഗായത്രി ചേച്ചി നിങ്ങൾക്ക് നോക്കിയിട്ട് അവർ ഫീഡ്ബാക്ക് തരും, എന്താ ഇഷ്യൂ എന്നുള്ളതോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും. നിങ്ങൾ ഓക്കെ ആണ്, ഏബിൾ ആണ്, ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് വന്നു എന്നുണ്ടെങ്കിൽ അവർ തന്നെ പറയും അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അന്ന് മുതൽക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങാം. ഫയൽ കംപ്ലീറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങാം. ഒരു ഫയലില് ഒരു വോയിസ് കേട്ടപ്പോ അതിൽ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഓരോ വേർഡ് കഴിഞ്ഞിട്ടും കുറെ നേരം ഇങ്ങനെ ആലോചിക്കുക, കുറെ ശേഷം വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അത് ഫുള്ള് ഇങ്ങനെ കൊടുത്തു പോവാനാണ്. അതായത് അത് ഫുള്ള് അങ്ങനെ കൊടുക്കണ്ട, ഓരോ ഒരു തവണ കൊടുത്താൽ മതി. അതായത് ഇപ്പൊ ആ വ്യക്തി ഇവിടെ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് നിൽക്കാം, പക്ഷെ ഇവിടെ വേർഡ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറയ്ക്കാം. അതായത് സെഗ്മെന്റിനെ നമുക്ക് ആവശ്യത്തിനുള്ളതിൽ എടുക്കാൻ പറ്റും. ഇല്ല ഇതിനകത്ത് പുറത്ത് വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞു പോകുന്ന ഈ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഒരു UHH അല്ലെങ്കിൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവിടെ വെറും മാത്രം പറഞ്ഞെങ്കിൽ UM, അത് ഒരു തവണ കൊടുത്താൽ മതി. ഓരോ വേർഡ് കഴിയുമ്പോഴും ഇതുപോലെ ഇങ്ങനെ സൗണ്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അവരൊരു വേർഡ് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കുന്നത്, പിന്നെ ഒരു വേർഡ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു 5-6 ടൈംസ് വരികയാണെങ്കിൽ കൊടുക്കണം. അവര് ഞാൻ ഇപ്പോ പറയുകയാണെങ്കിൽ അങ്ങനെ പറയില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ കൊടുക്കണം, ഇപ്പോ കൊടുക്കണം, പറയുകയാണെങ്കിൽ കൊടുക്കണം. അങ്ങനെ അവർ എത്ര തവണ പറഞ്ഞോ അത്ര തവണ ആ ഹെസിറ്റേഷൻ ടാഗ് കൊടുക്കണം. ഇനി ഒരു സ്റ്റാമർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതിന് ആൻസർ ചെയ്യാം, ഒരു മിനിറ്റ്. സ്റ്റാമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിക്കി പറയും. ഒരു വേർഡിനെ വിക്കിട്ട് ആ വേർഡിനെ പറയും. അതായത് ആ വേർഡിനെ പാർഷ്യലി നിർത്തില്ല, വിക്കി പറയും. ഇപ്പോ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇപ്പൊ എന്നുള്ളത് ജസ്റ്റ് അവർ വിൽക്കുന്നതാണ്, അതിനെ സ്റ്റാമർ മാത്രം കൊടുക്കുക. ആ ലെറ്റേഴ്സ് ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, സ്റ്റാമർ എന്നുള്ള ടാഗ് മാത്രം കൊടുത്തിട്ട് ഒരു സ്റ്റാമർ ചെയ്യണത്. അപ്പോൾ ആ ടാഗ് മാത്രം നിങ്ങൾ കൊടുത്തിട്ട് ആദ്യമായിട്ട്, മനസ്സിലാവുന്നുണ്ടോ, ആദ്യമായിട്ട് എന്നുള്ളത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക. ആ വേർഡ് നമ്മൾ അതിന് ശേഷം ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് അവർ പറയുന്ന കാര്യത്തിന് സ്റ്റാമർ കൊടുക്കുക. അവർ മുന്നേ പറയുന്ന കാര്യത്തിന് സ്റ്റാമർ ചെയ്യണം.
സ്റ്റാമേഴ്സ് കൊടുക്കുക. ഇതും മെയിനായിട്ട് നോക്കേണ്ട കാര്യം. അൺഇന്റലിജിബിളും സ്റ്റാമറും മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇതെല്ലാം ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങൾ ഒരു 10 ഫയലോ 15 ഫയലോ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇത് എന്താന്നുള്ളത് മനസ്സിലാവുള്ളത്. എനിക്ക് അറിയാതെയല്ല. പക്ഷേ അത് നമ്മളത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിവ്യൂവേഴ്സ് പറയുന്ന ഫീഡ്ബാക്സും ഇപ്പൊ ഞാൻ തരുന്ന ട്രെയിനിങ് ആവട്ടെ, ഗായത്രി ചേച്ചി തരുന്ന ട്രെയിനിങ് ആവട്ടെ, ആ ട്രെയിനിങ്സിൽ വരുന്ന കാര്യങ്ങളും നിങ്ങൾ ഗ്യാദർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞു, വിദ്യ എന്നുള്ള ആള് ഇപ്പം ഇതെല്ലാം ഗ്യാദർ ചെയ്തുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ആ വർക്ക് ചെയ്തു തരുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾ അതിന് അടുത്ത നെക്സ്റ്റ് ലെവൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്യാദർ ചെയ്യുക. ആൻഡ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ മാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചോ. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുണ്ട്. എന്ത് ഡൗട്ട് ആണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ചെയ്യാന്നുള്ളതും ക്വാളിറ്റി എന്നുള്ളതും ടാർഗറ്റ് എന്നുള്ളതും നിങ്ങൾ തന്നെ കുറച്ചായിട്ട് ഇൻക്രീസ് ചെയ്ത് വന്നേ പറ്റൂ. നിങ്ങൾക്ക് തെറ്റുപറ്റാൻ സാധ്യത ഉണ്ടാവും എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യുന്ന ഫയൽസ് ഒന്നും ക്ലയന്റ് സൈഡ് പോലില്ല, ഡ്രാഫ്റ്റിൽ തന്നെ കിടക്കും. നമ്മളത് ചെക്ക് ചെയ്യും, നമ്മൾ റിവ്യൂവേഴ്സ് അത് ചെക്ക് ചെയ്യും, അവർ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരും, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരും. അത് വെച്ച് നമുക്ക് നെക്സ്റ്റ് ലെവൽ മൂവ് ചെയ്യാം. നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾ ആരാണോ നിങ്ങളുടെ ലീഡേഴ്സ് അവരോട് പറഞ്ഞ് അവരോട് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പറയൂ, അവർ ആഡ് ചെയ്യും. ആൻഡ് ഇത് ബേസിക് ട്രെയിനിങ് ആണ്. നിങ്ങൾ എങ്ങനെ ശൂന്യക്കകത്ത് വർക്ക് ചെയ്യണമെന്നുള്ള ബേസിക് ട്രെയിനിങ് ആണ് ഇത്. ഇതിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആലോചിച്ച് തന്നെ ചെയ്യുക. പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്യാദർ ചെയ്യുക, പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക, കുറച്ച് സമാധാനത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അർജന്റും വരുന്നില്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ടാർഗറ്റിന്റെ അർജന്റോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ക്വാളിറ്റി ഇഷ്യൂസോ ഒന്നും നമ്മൾ പറയാൻ പോണില്ല. പക്ഷെ 10 ദിവസം കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും കുറച്ച് ഫയൽസ് ചെയ്തൊരു ഫീഡ്ബാക്സ് മീറ്റിംഗ് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഹലോ, ഫീഡ്ബാക്ക് മീറ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഫയൽസിന് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് മീറ്റിംഗ് ഉണ്ടാവും. ഹലോ മാം. പറഞ്ഞു മാഡം, പിന്നെ റീഡ് ഫയലില് ഡബിൾ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം പറഞ്ഞില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരൂ. ജസ്റ്റ് വോയിസ് അവിടെ മിസ്സായിപ്പോയി. അതായത് റീഡ് ഫയൽസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് നമ്മൾ നോർമലി റീഡ് ഫയൽസിൽ മുന്നേ നമ്മൾ ചെയ്യുന്ന സമയത്ത് റീഡ് ഫയൽസിൽ ഒരു സെഗ്മെന്റേ പാടുള്ളൂ എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇത് 15 സെക്കൻഡേ ഉള്ളൂ. സോ ഒരു സെഗ്മെന്റ് മതി. അതായത് ഇത് 15 സെക്കൻഡേ വരുന്നുള്ളൂ. സോ ഒരു ഫയൽ, അതായത് ഒരു സെഗ്മെന്റ് അതിന് മതി. ഇതേസമയം ഇപ്പൊ 1 മിനിറ്റിന്റെ ഓഡിയോസ് ഒക്കെ വന്നു എന്ന് വെക്കാം. 1 മിനിറ്റിന്റെ ഓഡിയോസ് ഒക്കെ വന്നാൽ നമുക്ക് അത് 2 സെഗ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. 2 സെഗ്മെന്റ് ആയി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്? അല്ല, അതായത് ഞാൻ പറഞ്ഞുതരാം. അത് ഇതിനകത്ത് കാണാനില്ല, മോസ്റ്റ്ലി വരില്ല. 1 മിനിറ്റിന്റെ ഫയൽസ് ഒന്നും വരാറില്ല. കണ്ടന്റ് വലുതാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. റിവ്യൂവേഴ്സ് ഒന്ന് നോക്കണേ. B36 ഫയൽസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെയ്യുന്നവരെല്ലാം B36 റീഡ് ഫയൽസ് ചെയ്തു തുടങ്ങണേ. ഇപ്പൊ 15 സെക്കൻഡിന്റെ ഈ ഫയല് ഞാൻ ഇതെടുത്തു. ഓക്കെ, ഇത് 15 സെക്കൻഡിന്റെ ഒരു ഫയലാണ്. ഇപ്പോ ഇവിടെ വരെ ഉള്ളൂ 15 സെക്കൻഡിന്റെ എന്ന് വെക്കാം. ബാലൻസ് ഇവിടുന്ന് 15 സെക്കൻഡ് ഉണ്ടെന്ന് വെക്കാം. ഇപ്പൊ അത് 30 സെക്കൻഡ് ആണ് ടോട്ടൽ. അപ്പൊ അത് ഒരു സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. 30 സെക്കൻഡ് വരയ്ക്കും ഒരു സെഗ്മെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 30 സെക്കൻഡിൽ കുറവ്, 30 സെക്കൻഡിൽ കൂടാൻ പാടില്ല. 30 സെക്കൻഡ് വരയ്ക്കും നമുക്ക് ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോ 30 സെക്കൻഡിൽ കൂടുതലുണ്ട്. ഇപ്പൊ ഒരു
35 40 45 സെക്കൻഡിന്റെ ഉണ്ടെന്ന് വെക്കാം. 45 സെക്കൻഡിന്റെ ഉണ്ടെങ്കിൽ അതിനെ 2 സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ പുരോഗതിയെക്കുറിച്ച് അറിയാനുള്ള വിവരങ്ങൾ എനിക്ക് ആവശ്യമാണ്. ഇത് ദേശീയ എനിക്ക് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ ആള് എനിക്ക് ആവശ്യമാണ് എന്ന് വരയ്ക്കും പറയുന്നുണ്ട്. എൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ പുരോഗതിയെക്കുറിച്ച് അറിയാനുള്ള വിവരങ്ങൾ എനിക്ക് ആവശ്യമാണ്. ഇത് എനിക്ക് ആവശ്യമാണ്. സോ ഇതൊരു സെഗ്മെന്റ് ആണ്. എനിക്ക് ആവശ്യമാണ് വരയ്ക്കും. അതായത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് വരുന്ന ഭാഗങ്ങൾ നിർത്തണം. ഫുൾ സ്റ്റോപ്പ്, അതായത് 2 സെഗ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം പറയുന്നത്. ഒരു സെഗ്മെന്റിന്റെ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ഒന്നും വേണം, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അതിനകത്ത് ടൈപ്പ് ചെയ്ത് എന്താണോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ ടൈപ്പ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. 1 മിനിറ്റിന്റെ ആണ് ഓഡിയോ എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഇവിടെ 60 സെക്കൻഡ്സ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഇവിടെ 1 എന്ന് കാണിച്ചാൽ, ഈ സീറോയുടെ അവിടെ 1 എന്ന് കാണിച്ചാൽ മാത്രം ചെയ്യേണ്ട കാര്യമുണ്ട്. 1 എന്നോ അല്ലെങ്കിൽ 45 30 മുകളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഒരു വേർഡ്, ഒരു സെന്റൻസിനെയോ അല്ലെ ഒരു ഭാഗം വരയ്ക്കും, ഫുൾ സ്റ്റോപ്പ് വരുന്ന ഭാഗം വരയ്ക്കും ഒരു സെഗ്മെന്റ് ആക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ സെഗ്മെന്റ് ക്രിയേറ്റ് ആവും. ആ സെഗ്മെന്റിന്റെ ഈ അറ്റത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, എന്റെ കഴ്സർ ഒന്ന് നോക്കണേ, ഇതുണ്ടോ, ഈ എഡ്ജിൽ കൊണ്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്കില് ആരോ കാണിക്കും, പ്ലസ് മാർക്കിൽ ആരോ കാണിക്കും. അത് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് ഒരേ സെഗ്മെന്റിനെ നീട്ടാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം 1 മിനിറ്റിന്റെ ഓഡിയോസ് വരാറില്ല. വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. പക്ഷെ അത് എന്താ പറയാ, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ആയതുകൊണ്ട് ഞാൻ പറയണത് ഉണ്ടോ. അതായത് ഇതിന്റെ അറ്റത്തുള്ള ലൈനിൽ കൊണ്ടുപോയി നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിൽ ആരോ മാർക്ക് കാണിക്കും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആരോ മാർക്ക് കാണിക്കും, പ്ലസ് പോയിന്റിൽ കാണിക്കും. സോ അതിനിങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എവിടെ വരയ്ക്കും വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സെഗ്മെന്റിനെ. മനസ്സിലായോ? നമ്മുടെ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ഹൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം ടൈപ്പ് ചെയ്യണം അല്ലേ? എല്ലാം ടൈപ്പ് ചെയ്യണം. അവര് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യണം. റീഡ് ഫയൽസിൽ മോസ്റ്റ്ലി 45 സെക്കൻഡ് അതിൽ കൂടുതൽ വരാൻ ചിലപ്പോൾ വലിയ കണ്ടന്റ് ഒക്കെ ആയിരിക്കും. ആ ചിലപ്പോൾ അവർ വായിക്കുന്ന ഒരു മിനിറ്റ് എടുത്ത് വായിക്കുന്ന 1 മിനിറ്റോടായിട്ട് വരുമ്പോ ആ സമയങ്ങളിൽ മാത്രം സെഗ്മെന്റേഷൻ ക്രിയേറ്റ് മതി. അതർവൈസ് കുഴപ്പമില്ല. നിങ്ങൾക്ക് മോസ്റ്റ്ലി ഇപ്പൊ കണ്ടോ, ഇതിലിപ്പോ ആള് 60 അറിയാം, 50 സെക്കൻഡ്സ്, 13, 9, 4, 5 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ ഫയൽസ്. സോ അതുകൊണ്ട് അത്രയും വലുതായിട്ട് വരാൻ സാധ്യതയില്ല. അതുണ്ടോ 13, 15, 14, ഇപ്പൊ 28 സെക്കൻഡ്. ഇതൊരു സെഗ്മെന്റ്, ഒരു സെഗ്മെന്റ് ക്രിയേറ്റിന്റെ ആവശ്യമുള്ളൂ. 30 താഴെയാണല്ലോ. 30 താഴെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സെഗ്മെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുള്ളൂ. ഇതുണ്ടോ, ഇതിപ്പോ 22 അത്രയൊക്കെ വരുന്നുള്ളൂ. ഒരു റീഡ് ഫയൽ എന്ന് പറയുന്നത് 58 ഫയൽ ഇവിടെ പുൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഫയൽസ് ഇവിടെ വരും. പേജ് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് എത്ര പേജിനകത്താണോ ഉള്ളത് അത്രയും പേജസ് നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ അത് എത്രണ്ണത്തിൽ, അതായത് ഒരു പേജിൽ 10 എണ്ണം വരാം, ഒരു പേജിൽ 10 എണ്ണം വരും. അപ്പൊ നമ്മൾ 100 പേജ് ആക്കി കഴിഞ്ഞാൽ 58 എണ്ണം ഉണ്ടെങ്കിൽ അത് കാണിക്കും. ആൻഡ് അതേപോലെ അൺലേബിൾഡ് ആണ് നിങ്ങൾ ചെയ്യേണ്ട ഫയൽസ്. ലേബിൾഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇതിനകത്ത്. ലേബിൾഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഫയൽസ് കാണിക്കും. ഇതുണ്ടോ, നിങ്ങൾ ചെയ്ത ഫയൽസ് എത്ര എണ്ണം ഉണ്ടോ അത് ഇവിടെ കാണിക്കും. ലേബിൾഡ്. നിങ്ങൾ പോയി മിസ്റ്റേക്ക് മാറ്റാണെങ്കിൽ മാറ്റാം, പക്ഷെ ലേബിളിൽ പോയ ഉടനെ തന്നെ റിവ്യൂവേഴ്സ് വലിക്കും അതിനെ. റിവ്യൂവേഴ്സ് നിങ്ങൾ പുള്ളി ചെയ്യുന്ന പോലെ തന്നെ അവർക്കും പുള്ളി ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, ആക്സസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് വൃത്തിയാക്കി, അത് നീറ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് എന്നുള്ളത് അവർ നിങ്ങൾക്ക് വോയിസ് തരും. ഇതുകൊണ്ടാണ് ഇന്ന ഐഡിയിൽ ഇന്ന മിസ്റ്റേക്സ് ഉണ്ട്, ഇതൊക്കെയാണ് കാരണം എന്നുള്ളത് തരും. വീക്ക്ലി നിങ്ങൾക്ക് റിവ്യൂ മീറ്റ് ഉണ്ടാവും. ആ റിവ്യൂ മീറ്റ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ
എന്താണ് ഇഷ്യൂ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഓരോരുത്തരുടെ ഐഡീസ് അവർ പറഞ്ഞുതരും. അതും ആ മീറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഐഡീസ് എല്ലാം നമ്മൾ B37 റീഡിൽ ആഡ് ചെയ്യും. അതായത് നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരെ എല്ലാം B37 റീഡിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്തതിനു ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യൂ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡൗട്ട്സ് വന്നാൽ ഗ്രൂപ്പിൽ ചോദിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Okay, ma'am. Thank you. Thank you. Thank you.